ഓക്കെ, താങ്ക് യു ലോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് മൊത്തം 4 ടോപ്പിക്കാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. പെഡഗോജിയിൽ 5-ൽ 4-ൽ ഒരെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. തെളിയാത്ത ഓക്കെ. യെസ്, ഇനി നമുക്ക് 4 ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഞാൻ 2 ടോപ്പിക്ക് ഇപ്പോൾ തീർക്കാൻ പറ്റുമോ നോക്കട്ടെ, ശ്രമിച്ച് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിലവിൽ നിങ്ങൾ പഠിച്ചതിൽ നിന്നും ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇവിടെ മാറ്റം എന്ന് പറയാൻ. അപ്പോൾ ലാംഗ്വേജ്, ഭാഷ. ഓക്കെ, ഭാഷയും ചിന്തയും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഞാൻ ചിലതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകും, ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മതി. നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത് ചോദ്യം വരാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറയും. അപ്പോൾ അത് മാത്രം നിങ്ങൾ നോട്ട് എഴുതിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. മറ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു റഫായിട്ട് ഇങ്ങനെ എഴുതി പോയിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ആൻഡ് തോട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ക്യാൻ വി തിങ്ക് അബൌട്ട് സംതിങ് വിതൗട്ട് നോയിങ് ഇറ്റ്സ് നെയിം? എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അതിൻ്റെ പേരിനെ കുറിച്ച് ചിന്തിക്കാതെ, അതിൻ്റെ പേര് അറിയാതെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പേരും രൂപമൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ലാംഗ്വേജും തോട്ടും തമ്മിൽ പരസ്പരം അഭേദ്യമായ ബന്ധമാണുള്ളത്. ഡസ് ദ ലാംഗ്വേജ് വി സ്പീക്ക് ചേഞ്ച് ഹൗ വി സീ ദ വേൾഡ്? നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഈ ലോകത്തിൻ്റെ നമ്മളെ ഈ ലോകത്തിനെ കാണുന്നുണ്ട്, കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയെ സ്വാധീനിക്കാൻ നമ്മുടെ ഭാഷയ്ക്ക് കഴിയുമോ എന്ന് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പം നിങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടില്ലെങ്കിൽ, ബുർജ് ഖലീഫയെക്കുറിച്ച് 2 പേർ 2 രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞാൽ 2 ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറയുന്ന ഭാഷയാണ് അതിനെ സ്വാധീനിക്കുന്നത്. എങ്ങനെയാണ് പറയുന്നത് അതുപോലെയാണ് കേൾക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ സാഹിത്യകാരന്മാരും കഥാകാരന്മാരും ആവുന്നത്. അവർക്ക് അതിമനോഹരമായി കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ എത്ര മികച്ച അനുഭവമാണെങ്കിലും പലർക്കും അത് പറയാൻ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മൾ കാണുന്ന ലോകത്തെ സ്വാധീനിക്കുന്നുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ദ ലാംഗ്വേജ് മൈറ്റ് ബി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. Psychologists often attribute varying degrees of the importance to the role of the language in the development of the cognition and vice versa. നമ്മളെ ബുദ്ധി വികസനത്തിൽ ഭാഷയുടെ സ്വാധീനത്തെക്കുറിച്ചും തിരിച്ചും, അതായത് ഭാഷയുടെ സ്വാധീനത്തിൽ ബുദ്ധിയുടെ വളർച്ചയെക്കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്ത ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദിസ് എക്സ്പ്ലനേഷൻ വി വിൽ കമ്പയർ ഹൗ ഡിഫറെൻറ്റ് തിയറീസ് കൺസെപ്ച്വലൈസ് ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാംഗ്വേജ് ആൻഡ് തോട്ടുമായി ബന്ധപ്പെട്ട് ചില സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന സംഗതിയെ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യത്തിനുള്ള സാധ്യത മൊത്തത്തിൽ കാണുന്നില്ല. ഇത് ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. ലാംഗ്വേജ് ഇസ് വൺ ഓഫ് ദ സിസ്റ്റം ത്രൂ വിച്ച് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇറ്റ്സ് ടിപ്പിക്കലി ഇൻവോൾവ്. ശ്രദ്ധിക്കണേ, ഞാനൊരു റിവിഷൻ രൂപത്തിൽ കൂടെയാണ് പോണത്. അപ്പോൾ അത്ര പ്രാധാന്യമില്ലാത്ത ജസ്റ്റ് മനസ്സിലാക്കാനുള്ളത് വായിച്ചങ്ങ് പോകും. സ്ട്രെസ് ചെയ്യേണ്ട സ്ഥലത്ത് അവിടെ ഇരുന്ന് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ലാംഗ്വേജ് ഇസ് വൺ ഓഫ് ദ സിസ്റ്റം ത്രൂ വിച്ച് വി കമ്മ്യൂണിക്കേറ്റ്. ഭാഷ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കാൻ, ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ സൗണ്ട്സ് ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഭാഷ സാധാരണ ഒന്നുകിൽ സൗണ്ട് വഴിയോ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മളത് കൈമാറ്റം ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെ ഉപയോഗം കൊണ്ടും നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റും, ഭാഷ കൈമാറ്റം ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ഇൻവോൾവ് ആർ ബോഡീസ്. ഇതിൽ നമ്മുടെ ശരീരത്തിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ബോഡി ലാംഗ്വേജ്, ഹൗ വി സ്മൈൽ, മൂവ്, അപ്രോച്ച്. അങ്ങനെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആശയവിനിമയം നടത്താൻ പറ്റും. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലാംഗ്വേജ് ഈസ് ഓഫൺ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ കൾച്ചർ ആൻഡ് യൂസസ് ഇറ്റ് റിഫ്ലക്ട്സ് ദ കൾച്ചറലി റിലവൻറ്റ് ഐഡിയാസ്. ഭാഷ എന്ന് പറയുന്നത് കൾച്ചറുമായിട്ടും വളരെയധികം ബന്ധമുള്ള കാര്യമാണ്, അല്ലേ? നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് വേറെ
പ്രാധാന്യമുള്ള ഒന്നാണ് എന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് അറിയാത്തവരാരുണ്ടാവില്ലല്ലോ, ഇല്ല. മെനി ലാംഗ്വേജസ് ഹാവ് വേർഡ്സ് ദാറ്റ് ആർ നോട്ട് പ്രസൻറ്റ് അറ്റ് ഓൾ ഇൻ അതേഴ്സ്. മറ്റ് പല ഭാഷകളില്ലാത്ത പല വാക്കുകളും മറ്റു ചില ഭാഷ, അത് ചില ഭാഷകളിൽ മറ്റു ഭാഷകളില്ലാത്തതിന് തുല്യമായ വാക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മളിപ്പോൾ മലയാളത്തിൽ പുട്ട് എന്ന് പറയാറുണ്ട് അല്ലേ. പുട്ട് എന്ന് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു നല്ല ഒരു പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ചൂടോടുകൂടി ആവി ഇങ്ങനെ പാറുന്ന ഒരു പുട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരും. എന്നാൽ അതൊരു സായിപ്പനോടാണ് പറയുന്നതെങ്കിൽ അയാളുടെ മനസ്സിൽ ഇതിലെന്തും ആവാം, പല രൂപത്തിലും ആവാം. പുട്ട് എന്ന് പറയുമ്പോൾ ആ പുട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ട ലോകമാണ് അയാളുടെ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ പറഞ്ഞ ഏതും പുട്ടാവാം, അയാളുടെ നാട്ടിലില്ലാത്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ മലയാളികളെ സംബന്ധിച്ചത് വ്യക്തമായിട്ട് ആശയകരമായിട്ട് നടക്കും. കാരണം മലയാള ഭാഷയിൽ എന്തുണ്ട്, ഈ പറഞ്ഞ സംഗതിക്ക് കൃത്യമായ ഒരു വാക്ക് മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷിൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ പുട്ട് ഇപ്പോൾ ഒരു അക്സെപ്റ്റഡ് വേർഡാണ്. ഇംഗ്ലീഷിലും പുട്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് അക്സെപ്റ്റഡ് ടു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷിലേക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട വേർഡാണ്. അപ്പോൾ അവിടെ അത് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അതിൻ്റെ രൂപം മനസ്സിലേക്ക് കത്തണമെന്നില്ല. ഓക്കെ, ആസ് വി ഓൾസോ ടെൻ ടു തിങ്ക് യൂസിങ് ലാംഗ്വേജ്, സാപ്പിർ-വോൾഫ് തിയറി, ഈ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. സാപ്പിർ-വോൾഫ് തിയറി അദ്ദേഹം പറഞ്ഞ പ്രകാരം, അതായത് ലാംഗ്വേജ് വി യൂസ് അഫക്ട് ഹൗ വി സീ തിങ്ക് ഓഫ് ദ വേൾഡ്. അപ്പം നമ്മൾ കാണുന്ന ലോകം സ്വാധീനിക്കാൻ നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക് കഴിയും. ഹവർ പിയാഷെ ഹൈലൈറ്റ്സ്, എന്നാൽ പിയാഷെ പറയുന്നത് ചിൽഡ്രൻ ഡെവലപ്പ് സ്കീമാസ് ബിഫോർ ദേ ആർ കേപ്പബിൾ ഓഫ് സ്പീക്കിംഗ്. കുട്ടികൾ സംസാരിക്കാൻ കഴിയുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുന്നേ അവർ ഭാഷ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പലതിനെക്കുറിച്ചും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഭാഷ അവരുടെ മൈൻഡിലുണ്ട്, എന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് ദ കോഗ്നിറ്റീവ് പ്രോസസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ലാംഗ്വേജ്. അതായത് മനുഷ്യൻ്റെ ചിന്ത വികസിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട, ഭാഷ വേണ്ട. മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ഭാഷ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരാണ് മേരി? പിയാഷെ അല്ലേ. പിയാഷെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ വേണ്ട ആവശ്യമില്ല. ജീൻ പിയാഷെ പറഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവിടെ നടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഭാഷ വേണ്ടെന്നല്ല, ഭാഷ പഠിക്കുന്നതിന് മുന്നേ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സാപ്പിർ-വോൾഫ് പറഞ്ഞത് ലാംഗ്വേജ് വി യൂസ് വിൽ അഫക്റ്റ് ഹൗ വി സീ തിങ്ക് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകത്തെ കാണുന്നതിനെയും ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെയും ഭാഷ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങളാണ് സാപ്പിർ-വോൾഫ് അതുപോലെ പിയാഷെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ട് പേരുകളാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് ഇവിടെ പഠിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് റിവിഷനായിട്ട് കണ്ടാൽ മതി. നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പരമാവധി ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഭാഷയും തോട്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം. ഭാഷ ചിന്തയെ നിർണ്ണയിക്കുന്നു, ചിന്ത ഭാഷയെ നിർണ്ണയിക്കുന്നു. രണ്ടിൻ്റെയും ഉത്ഭവം വ്യത്യസ്തവുമാണ്. ഭാഷ ചിന്തയെ നിർണ്ണയിക്കുന്നു, ചിന്ത ഭാഷയെ നിർണ്ണയിക്കുന്നു. കാര്യം മനസ്സിലായി നിൽക്കുക. ഭാഷ ചിന്തയെ നിർണ്ണയിക്കുന്നു, ചിന്ത ഭാഷയെ നിർണ്ണയിക്കുന്നു. പിടുത്തം കിട്ടിയില്ലേ? കിട്ടി. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, അതൊന്നും അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതില്ല. ഡിഫറെൻറ്റ് തിയറീസ് പ്രപ്പോസ് ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഭാഷയും ചിന്തയും കുറിച്ച് വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Piaget's theory of the cognitive development argues that the children's ability to use language and the content of their speech depends on their stage of the cognitive development. Okay, എന്താ പറഞ്ഞത്? പിയാഷെ പറഞ്ഞത് കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റേജ്. ഓക്കെ, അതായത് ലാംഗ്വേജ് ആൻഡ് കണ്ടന്റ് ഓഫ് ദെയർ സ്പീച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദർ സ്റ്റേജ് ഓഫ് ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കുറച്ച് സ്റ്റേജുകളുണ്ട്. അതൊക്കെ സ്റ്റേജസ് ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയോ?
പിയാഷയുടെ സ്റ്റേജുകൾ അറിയോ? സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും. ആതിര പഠിച്ചിട്ടുണ്ടോ? ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓക്കെ, നമുക്കത് സ്റ്റേജ് ഇവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇൻ കോൺട്രാസ്റ്റ് സാപ്പിർ-വോഫ് പറഞ്ഞിരിക്കുന്നത് സാപ്പിർ-വോഫിന്റെ ഹൈപ്പോത്തസിസ് പ്രകാരം the language we use to communicate determines how we think of the world around us, affecting cognitive processes like memory and perception. നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ കൃത്യമായിട്ട് എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ഭാഷ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ആര് പറഞ്ഞ? സാപ്പിർ-വോഫ് പറഞ്ഞതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ചോദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. നിങ്ങൾക്ക് ജനറൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ലാംഗ്വേജ് ആസ് ഡിറ്റർമിനന്റ് ഓഫ് തോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാഷ ചിന്തയെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ വർണ്ണിക്കുന്നു. പല ഇന്ത്യൻ ഭാഷകളിലും കുടുംബ ബന്ധങ്ങൾ സൂചിപ്പിക്കാൻ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നു. അമ്മയുടെ സഹോദരൻ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അച്ഛൻ്റെ ഇളയ സഹോദരൻ, അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അങ്ങനെ പലതിനും നമുക്ക് വ്യത്യസ്ത പദങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെ വിശേഷിപ്പിക്കുക ഇംഗ്ലീഷുകാരൻ്റെ ഒറ്റ വാക്കേ ഉള്ളൂ, അങ്കിൾ. ഇവരൊക്കെ അങ്കിൾ എന്നാണ് വിളിക്കുക എന്നൊരു വാക്ക് മാത്രം ഉപയോഗിക്കുക. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിറങ്ങൾക്ക് ധാരാളം എന്തെല്ലാം നിറങ്ങൾ. നമുക്ക് മലയാളത്തിൽ മഞ്ഞ, പച്ച, നീല എന്ന് പറയുന്നു, അല്ലാതെ കുറച്ച് കളറിൻ്റെ പേരുള്ളെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ? നമ്മളറിയാത്ത ഒരുപാട് പ്രൈമറി കളേഴ്സ് എന്നല്ലാതെ മജന്ത, പർപ്പിൾ, പിന്നെ അതൊന്നും കൂടാതെ അങ്ങറ്റത്ത് പിസ്ത അല്ലെ, അങ്ങനെ പല പല കളേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന് ഈ വ്യത്യാസങ്ങൾ ബാധകമാണോ എന്ന് ചോദിച്ചാൽ ബാധകമാണ്. ഇന്ത്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയോട് താരതമ്യം ചെയ്യുമ്പോൾ ബന്ധുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നതിലും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിലും ഭാഷ കൂടുതൽ സൗകര്യം നൽകുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇനി തോട്ട് ആസ് ഡിറ്റർമിനന്റ് ഓഫ് ദി ലാംഗ്വേജ്. ചിന്ത ഭാഷയെ നിർണ്ണയിക്കുന്നു. അതെങ്ങനെയാ? തോട്ട് എന്നത് ഭാഷയെ ഡിറ്റർമിൻ ചെയ്യുക മാത്രമല്ല, മറിച്ച് പ്രൊസീഡ് ചെയ്യുക കൂടി ചെയ്യുന്നു. അതായത് പ്രശസ്ത സൈക്കോളജി ജീൻ പിയാഷെ പറയുന്നു, കുട്ടികൾ ചിന്തയിലൂടെ ലോകത്തിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ രൂപപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളില്ലേ, ചെറിയ കുട്ടികൾ, അവർ ചിന്തയിലൂടെ ലോകത്തിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ, അവർ ആന്തരികമായിട്ട് ഈ വേൾഡിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഇത് ഈ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന വേർഡ് ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് പിയാഷെ. കുട്ടികളെ ഭാഷ പഠിപ്പിക്കാമെങ്കിലും വാക്കുകൾ മനസ്സിലാക്കുന്നതിന് അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചുള്ള അറിവ്, അത് ചിന്ത ആവശ്യമാണെന്ന് പിയാഷെ വിശ്വസിച്ചു. അതായത് കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്നതിന് അവരുടെ ഉള്ളിൽ ചിന്ത ഉണ്ടാവണം. അതിനാൽ ചിന്ത അടിസ്ഥാനപരമാണ്. ഭാഷ മനസ്സിലാകണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ഭാഷ മനസ്സിലാവണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ്? ചിന്ത അത്യാവശ്യം. അപ്പോൾ ചിന്ത, ഭാഷയ്ക്കും ഭാഷ ചിന്തയ്ക്കും പരസ്പരം എന്താണ്? ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള ഒന്നിനെ ആശ്രയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി തിയറീസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഭാഷയും ചിന്തയുമായി ബന്ധപ്പെട്ട തിയറികൾ നമുക്ക് പെട്ടെന്ന് പഠിക്കേണ്ട തിയറികൾ ഏതൊക്കെയാണ്? ഒന്ന്, സാപ്പിർ-വോഫ് ഹൈപ്പോത്തിസിസ്. രണ്ട്, പിയാഷെൻ്റെ തിയറി. ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാപ്പിർ-വോഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ, ഇത് സാപ്പിർ-വോഫ് ഹൈപ്പോത്തിസിസ് കൺസിസ്റ്റ് ഓഫ് ടു അസോസിയേറ്റഡ് പ്രിൻസിപ്പിൾ. സാപ്പിർ-വോഫ് ഹൈപ്പോത്തിസിസിൽ രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി. സാപ്പിർ-വോഫ് ഹൈപ്പോത്തിസിസിൽ രണ്ട് അസോസിയേറ്റഡ് പ്രിൻസിപ്പിൾസ്, രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് സൂചിയത്? രണ്ട് അസോസിയേറ്റഡ് പ്രിൻസിപ്പിൾ സാപ്പിർ-വോഫ് ഹൈപ്പോത്തസിസിലെ. ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം ആൻഡ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി. ഗുഡ്. അപ്പോൾ നമ്മൾ തിയറീസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ടിൻ്റെ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം എന്നാൽ എന്താണ്?
ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് മേ ഡിറ്റർമൈൻ ആർ തിങ്കിങ് പാറ്റേൺസ്. നമ്മൾ ചിന്തിക്കുന്ന പാറ്റേണുകളെ ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ദ വേ വി വ്യൂ ആൻഡ് തിങ്ക് അബൌട്ട് ദ വേൾഡ്, നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം, ശ്രദ്ധിക്കണം, ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം ഈസ് ഓൾസോ കോൾഡ് സ്ട്രോങ് ഡിറ്റർമിനിസം. ഈ ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം തന്നെയാണ് സ്ട്രോങ് ഡിറ്റർമിനിസം എന്ന് വിളിക്കപ്പെടുന്നത്. എന്താണ് ഈ ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ? ലാംഗ്വേജ് മേ ഡിറ്റർമൈൻ ആർ തിങ്കിങ് പാറ്റേൺസ്, നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെ ലാംഗ്വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദ വേ വി വ്യൂ ആൻഡ് തിങ്ക് അബൌട്ട് ദ വേൾഡ്, നമ്മൾ ലോകത്തെ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിലൂടെ ഭാഷ എന്തിനെയാണ്? നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. ആ വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്ര നേരം വന്നതിൽ നിങ്ങൾ നോട്ടിൽ പ്രത്യേകം അടയാളപ്പെടുത്തേണ്ട ചോദ്യത്തിന് സാധ്യതയുള്ള ഏരിയകളാണ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. അതുപോലെ ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി. ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ the less similar the language, more diverse their conceptualization of the world. അത് ഭാഷകൾ തമ്മിൽ വ്യത്യാസം കൂടുമ്പോൾ മോർ ഡൈവേഴ്സ് ദെയർ കൺസെപ്ച്വലൈസേഷൻ, ഭാഷയുടെ ഈ കൺസെപ്ച്വലൈസേഷനിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഭാഷ ലോകത്തെ കാണുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ല? അതായത് ഇപ്പം മലയാളത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, അത് ഞാൻ തമിഴിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ഒരു അന്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മലയാളവും തമിഴും തമ്മിൽ ഏറെക്കുറെ അടുപ്പമുണ്ട്. ആ സമയം ആ സംഗതി തന്നെ ഫ്രഞ്ചിലെങ്ങാനും പറഞ്ഞാലോ, കാരണം മലയാളത്തിൽ നിന്ന് ഒരുപാട് അകലെയുള്ള സംഗതിയാണ് ഫ്രഞ്ച്. അപ്പോൾ ഭാഷ പരസ്പരം ഭാഷകൾക്ക് അകലം കൂടുന്തോറും ആ ഡൈവേഴ്സിറ്റി, അതിൻ്റെ വ്യതിരിക്ത വ്യത്യാസം അത് കൂടും. അപ്പോൾ the less similar the language, more diverse their conceptualization of the world. Different language view the world differently. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, സുജി, സാപ്പിറോവ് ഹൈപ്പോത്തിസിന്റെ 2 പ്രിൻസിപ്പിൾസ് ഒക്കെ ഏതൊക്കെയാ? Linguistic determinism and linguistic relativity. Okay. Linguistic determinism പറയുന്നത് determinism is also called strong determinism. Strong determination ആണ്. Language may determine our thinking patterns. നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെ ലാംഗ്വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദ വേ വി വ്യൂ ആൻഡ് തിങ്ക് അബൌട്ട് ദ വേൾഡ്, നമ്മൾ ഈ ലോകത്തെ കാണുകയും അതുപോലെ എന്താ പറയുക ചിന്തിക്കുകയും ചെയ്യുന്നൊരു അതിലൂടെ ഭാഷ അതിൻ്റെ തിങ്കിങ് പാറ്റേൺസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ മേരി, ലാംഗ്വേജ് ഡിറ്റർമിൻസ് തോട്ട്, അതല്ലേ സാപ്പർവോൾഫിന്റെ മെയിൻ ആയിട്ട് പറയുന്നത്? അങ്ങനെയാണ് ലാംഗ്വേജിന് ഇമ്പോർട്ടന്റ് കൊടുത്ത്. മറ്റേ പിയാഷെ ആണെങ്കിൽ ചിന്തയ്ക്ക് കൊഗ്നിറ്റീവിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെയാണോ? അതെ, പിയാഷെ പ്രാധാന്യം പറയുന്നത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചിന്തയാണ് ബേസിക്കലി ചിന്ത. ചിന്തയുണ്ടാവും. പറയൂ. സാപ്പർവോൾഫ് ആണെങ്കിൽ ലാംഗ്വേജ് ഡിറ്റർമിൻസ് തോട്ട് എന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണോ? അതെ. സാപ്പിറോഫ് പറയുന്ന ലാംഗ്വേജ് ഡിറ്റർമൈൻ തോട്ട്. അതേസമയം ഇയാൾ തിരിച്ചാ പറയുന്നത്, തോട്ട് ഏതിന് മുമ്പുണ്ട്? ഭാഷയ്ക്ക് മുമ്പേ തോട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? പിയാഷെ. ഓക്കെ, യെസ്. അപ്പൊ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞ റിലേറ്റിവിറ്റി എന്താണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത്? മേരി. Sir, the less similar the language, more diverse their conceptualization of the world. Different languages view the world differently.
അതായത് ഭാഷകൾ തമ്മിലുള്ള സിമിലാരിറ്റി കുറയും തോറും അതിന്റെ ഡൈവേഴ്സിറ്റി എന്താവും? കൂടും. അത്രയേ ഉള്ളൂ. ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി, ആ പ്രയോഗം ഓർത്തിരിക്കുക. ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം, ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി, ഇത് രണ്ടും എന്താണ്? സാപ്പിറോവ് ഹൈപ്പോത്തിസിസ്. ഗുഡ്. ഞാനൊരു ചോദ്യം തരാം. ഇത് സീറ്റെട്ടിന്റെ ചോദ്യമാണ്. സോ ഈ ചോദ്യം മേരി തന്നെ ആൻസർ ചെയ്തോളൂ. കുറച്ചധികം പേര് സ്റ്റേജിലേക്ക് വരും. എനിക്കിങ്ങനെ ചോദ്യം. Language determines the way we think about and perceive the world relates to. Okay. Language determinism illa. The Sapir-Whorf hypothesis. Option A. അതെ, എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചായിരിക്കും language relate. Yes, the idea that language determines the way we think about and perceive ഞാൻ മനസ്സിലാക്കുക. The world relates. നമ്മൾ ഗ്രഹിക്കുന്ന ലോകവും നമ്മൾ മനസ്സിലാക്കുന്ന ചിന്തയും ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, നിർണയിക്കുന്നത്? ഭാഷയാണ് നിർണയിക്കുന്നത്. ഭാഷയ്ക്കനുസരിച്ചായിരിക്കും നമ്മുടെ കാഴ്ച എന്നാണ് പറയുന്നത്, അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ട് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ അവിടെ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. സാപ്പിർ-വോഫ് എന്ത് പറഞ്ഞെന്ന് മനസ്സിലായി. 2 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. സുജി, ഏതൊക്കെയാണ് 2 പ്രിൻസിപ്പിൾസ്? സാപ്പിർ-വോഫ് ഹൈപ്പോത്തിസിസിലെ linguistic determinism and linguistic relativity. യെസ്, റിലേറ്റിവിറ്റിയും ഡിറ്റർമിനിസവും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആ വാക്കുകൾ ഓർത്തിരിക്കണേ. ഇനി പിയാഷേയിലേക്ക് വരാം നമുക്ക്. സർ അവിടെ ആരോ എങ്ങനെ സ്റ്റേജിലേക്ക് വരാന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റേജിലേക്ക് വരുമെന്നോ? ആർക്ക് വരാൻ പറ്റുന്നില്ല? ഇല്ല. ആണോ? മാർക്കുകൾക്ക് ആരോ ഇല്ല. അതാരാണ്? സുജി ഒന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെയാന്നുള്ളത്. ആരാ സുജി? പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു ബോക്സിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലല്ലേ വരിക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇല്ലാന്നാ പറയുന്നത്. ആരോ മാർക്ക് കാണുന്നില്ല. ശരി, വെബ് ആപ്പാണോ? വെബിലാ? അത് ശരി. വെബിലാണെങ്കിൽ താഴെ എന്താ പറയുക, റേസ് ഹാൻഡ് ഉണ്ടോ? റേസ് ഹാൻഡ്. വെബാണെങ്കിൽ എനിക്കൊന്ന് റേസ് ഹാൻഡ് ആയിരിക്കും ചിലപ്പോൾ. ഒന്ന് നോക്കിയേ കേട്ടോ. ഓക്കെ, അതും യെസ് പോയിന്റിലേക്ക് വരും. അപ്പോൾ നമുക്കിവിടെ പിയാഷയുടെ സ്റ്റേജ് തിയറി ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ്. ഇനി പിയാഷേന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കാം. സാപ്പിർ-വോഫും പിയാഷയുടെ തിയറിയാണ് ഈ പാഠം. According to Piaget's theory, language is preceded by a dependent on thought. ഭാഷ എന്തിന്റെ പിൻഗാമിയാണ്? ഭാഷയ്ക്ക് മുമ്പേ തോട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നു. ബിഫോർ ചിൽഡ്രൻ ക്യാൻ യൂസ് വേർഡ്സ് കറക്റ്റ്ലി, വാക്കുകൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ എന്ത് പറ്റുന്നുണ്ട് അവർക്ക്? ഫസ്റ്റ് ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ദം. അവർക്ക് കൺസെപ്റ്റുകൾ ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആദ്യം, അവർ ഭാഷ ഉപയോഗിക്കുന്നതിന് മുന്നേ. ഇത് ആരാ പറഞ്ഞത്? സാപ്പിർ-വോഫ് അല്ലേ? ആദമേ, സാപ്പിർ-വോഫ് ആണോ അങ്ങനെ പറഞ്ഞത്? ഭാഷ ഉപയോഗിക്കുന്നതിന് മുമ്പേ ചിന്ത ഉണ്ട് എന്ന് പറഞ്ഞത് സാപ്പിർ-വോഫ് ആണോ? രേഖേ ആണോ? ആ മൈക്കോണാക്ക്. മേരി ആണോ? സാപ്പിർ-വോഫ് ആണോ? അല്ല സർ, അല്ല. പിയാഷെയാണ്. വെരി ഗുഡ്, പിയാഷെയാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? ദിസ് ഒക്കേഴ്സ് ത്രൂ ഡെവലപ്മെന്റ് ഓഫ് ദ സ്കീമാസ്. ഇത് സംഭവിക്കുന്നത് സ്കീമകളുടെ വികാസം വഴിയാണ്. എ പ്രോസസ് വിച്ച് പ്രൊസീഡ്സ് language development. Schemas refer to the mental frameworks that guide children's behavior and expectations. കുട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ മെന്റൽ ഫ്രെയിം വർക്കിനെ നിയന്ത്രിക്കുന്നത് സ്കീമകളാണ്. അത് എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പഠിക്കാം. The stage of child's cognitive development will also limit their ability to communicate meaningfully. കുട്ടിയെ സംബന്ധിച്ചോളം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജുകൾ
ആ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് വേ ലാംഗ്വേജ് ഡിപ്പെൻഡ്സ് ഓൺ തോട്ട്സ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു ലാംഗ്വേജ് ഡിപ്പെൻഡ്സ് ഓൺ തോട്ട്സ്. ഭാഷ ചിന്തയെ സ്വാധീനിക്കുന്നു. ഈ രൂപത്തിൽ, സാപ്പിറോഫ് പറഞ്ഞ രൂപത്തിലല്ല ഇദ്ദേഹം പറയുന്നത്. ഓരോ സ്റ്റേജിനനുസരിച്ചും ചിന്തകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണം. ആ രൂപത്തിൽ ഭാഷ തോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻ കാണുന്നില്ല. മറിച്ച് നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ചോദ്യങ്ങൾ വരും. പിയാഷയുടെ സ്റ്റേജുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റേജ് നിങ്ങൾക്ക് വായിക്കാൻ തിരിയുന്നുണ്ടോ എനിക്കറിയില്ല, സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. ആതിര, ഈ സ്റ്റേജ് കുട്ടികളെ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്? 0 to 2 years. 0 മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരെന്താണ് ആതിര? Sensory motor stage. സെൻസറി മോട്ടോർ. ആ സെൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ അത് എന്തായാലും മനസ്സിലാക്കേണ്ടത്? അവര് പിന്നെ സെൻസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. യെസ്. ഈ ലോകത്തെ കുട്ടികൾ മനസ്സിലാക്കുന്നത് സെൻസിലൂടെയാണ്, സെൻസ് ചെയ്തിട്ടാണ്. ദേ യൂസ് ദേ സെൻസ് ഓർഗൻസ്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് 0 മാസം മുതൽ ജനിച്ച കുട്ടി മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ മാക്സിമം യൂസ് ചെയ്യുന്നത് അവരുടെ സെൻസ് ഓർഗൻസ് ആണ് എന്ന് ആര് പറഞ്ഞു? ആരാ പറഞ്ഞാൽ? കാരണം ഇതല്ലാതെ വേറെ ചിലതൊക്കെ ഉണ്ട്. വായിക്കാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല ജീന, ഞാനിത് കുറച്ച് വലുതാക്കി ഇനിയും കാണിക്കുന്നുണ്ട്. ഡോണ്ട് വറി, ഞാൻ വായിച്ചു തരാം. ചിൽഡ്രൻ ആർ ഏബിൾ ടു, ഈ പ്രായത്തിൽ, ടു ഇമിറ്റേറ്റ് സൗണ്ട്സ് ആൻഡ് വൊക്കലൈസ് ദിയർ ഡിമാൻഡ്സ്. അവർ ആ സമയത്ത് ഇമിറ്റേഷൻ ഒക്കെ പഠിക്കും ഈ 2 വയസ്സിൻ്റെ ഉള്ളിൽ കേട്ടോ. ഓക്കെ, നിങ്ങൾക്കറിയാം, വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഈ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ. 6 മാസം ആകുമ്പോഴേക്ക് തന്നെ തുടങ്ങും എന്താണ്, വാഹനങ്ങളുടെ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ, അല്ലേ, ഗിർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇമിറ്റേഷൻസ് അവർ ഈ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിന് നമ്മളെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെ, അച്ഛനെയും അമ്മനെയും ഒക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. എന്താണ് ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാല് ആതിര? സിംബോളിക്കലി തിങ്ക് ചെയ്യുന്ന സമയം, എന്തെങ്കിലും സിംബൽസ് ഒക്കെ വെച്ചിട്ട് വടി എടുത്തിട്ട് തോക്കാണെന്ന് പറയുന്ന 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ചിൽഡ്രൻ ബിഗിൻ ടു തിങ്ക് സിംബോളിക്കലി. അവർ സിംബോളിക് ആയിട്ട് ചിന്തിച്ചു തുടങ്ങും, അല്ലെ. From ideas represent images mentally, children may not be able to reason logically, see beyond their egocentric perspective. അവരെ ഈഗോസെൻട്രിക് പെർസ്പെക്റ്റീവിന്റെ പുറത്തേക്കൊക്കെ പോകാനുള്ള ശ്രമം നടത്തുന്നൊക്കെ ഏകദേശം ഇവിടെയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പോൾ അതിനോട് ഞാൻ ചോദിക്കും, ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്, വയസ്സ് 0 to 2 years. പ്രത്യേകത സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് അവർ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കും, ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സമയം, കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയം. ഗുഡ്. രണ്ടാമത്തെ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അവിടുത്തെ പ്രത്യേകത 2 to 7 years. സിംബോളിക്കലി തിങ്ക് ചെയ്യുന്ന സമയം, ഈഗോസെൻട്രിസത്തിൽ നിന്ന് മാറുന്ന ഒരു സമയമാണ്. വെരി ഗുഡ്, താങ്ക്സ്. ഇനി നമ്മൾ അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ആദം, മൈക്ക് ഓൺ ആക്കാൻ പറ്റിയ ഓൺ ആയിക്കോ. മൂന്നാമത്തെ സ്റ്റേജാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അല്ലേ ആദം? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഭവ്യ, മൂന്നാമത്തെ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മാസം മുതൽ 11 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. ഈ 11 ചിലപ്പോൾ 12 ആവാം കേട്ടോ. ചില ബുക്കുകളൊക്കെ 12 ചില 11 കൂടുതലും 11. ചിൽഡ്രൻ സ്റ്റാർട്ട് ടു റെക്കഗ്നൈസ് ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് അതേഴ്സ്. എന്താ മനസ്സിലായത്? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാൻ പറ്റും. ഓക്കെ, തുടങ്ങി. ബട്ട് മേ സ്റ്റിൽ സ്ട്രഗിൾ വിത്ത് സം ലോജിക്കൽ തോട്ട്. പക്ഷെ ഇപ്പോഴും അവർക്ക് ലോജിക്കൽ ആൻഡ് അബ്സ്ട്രാക്ട് ഐഡിയാസിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അപ്പൊ ഭവ്യ പറ, മൂന്നാമത്തെ സ്റ്റേജ്
കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. വയസ്സ് 7 മുതൽ 11 വയസ്സ് വരെ. ഇവിടുത്തെ പ്രത്യേകത അവര് മറ്റുള്ളവരുടെ അതേഴ്സ് അല്ലേ, പെർസ്പെക്റ്റീവിലൂടെ കാണാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ആൻഡ് സ്റ്റിൽ സ്ട്രഗിൾ വിത്ത് സം ലോജിക്കൽ, ലോജിക്കൽ തോട്ടും അബ്സ്ട്രാക്ട് ഐഡിയാസിനും അവർ സ്ട്രഗിൾ ചെയ്യും. അവര് കോൺക്രീറ്റ് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. യെസ്, ഇവിടെ ഉള്ളതൊന്നും ഇപ്പൊ വായിക്കണ്ട കേട്ടോ, ഈ നോട്ടിൽ ഇവിടെ നിന്നുള്ളതൊന്നും വായിക്കണ്ട, നോ പ്രോബ്ലം. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് 4ാമത്തെ സ്റ്റേജ്. രേഖ സജിത്ത്, 4ാമത്തെ സ്റ്റേജിന്റെ പേര് പറ രേഖ സജിത്ത്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ ചിൽഡ്രൻ ആർ ഏബിൾ ടു റീസൺ ഹൈപ്പോത്തറ്റിക്കലി. ഇവിടെ ഇവര് റീസണിങ് സ്കിൽ ഉണ്ടല്ലോ, അത് ഇവിടെ ഇമ്പ്രൂവ് ആവും. റീസൺ ഹൈപ്പോത്തറ്റിക്കലി. ആൻഡ് ലോജിക്കൽ സ്കിൽ ഉണ്ടല്ലോ, ലോജിക്കലി തിങ്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ്, അബ്സ്ട്രാക്ട് ഐഡിയകളെ കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങും. സോൾവ് പ്രോബ്ലംസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ, സിസ്റ്റമാറ്റിക് മാനറിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവർ പഠിക്കും. അപ്പോൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ 1 റീസണിങ്, 2 ലോജിക്ക്, 3 അബ്സ്ട്രാക്ട് ഐഡിയാസിനെ മനസ്സിലാക്കുക, 4 പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും സിസ്റ്റമാറ്റിക് മാനറിൽ. ഓക്കെ. അപ്പൊ രേഖ സുന്ദർ അല്ല, സോറി, രേഖ സജിത്ത്. ഓക്കെ, രേഖ സുന്ദർ നമ്മളെ ഒരു കൂട്ടുകാരിയാണ്, അതാണ് പേര് മാറിയത്. അപ്പൊ രേഖ 4 സ്റ്റേജുകൾ നമ്മൾ പഠിച്ചു. 1ാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്, വയസ്സ് 0 തൊട്ട് 2, 0 to 2. 2ാമത്തെ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12+ years. യെസ്, ഓക്കെ. നമുക്ക് ഈ പറഞ്ഞവയെ ഒന്നുകൂടി ഒന്ന് അടുത്തറിയേണ്ടതുണ്ട്, അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പിയാഷെയുടെ സ്റ്റേജ് തിയറി ഓഫ് ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങളിത് സൈക്കോളജിയിൽ പഠിച്ചു അല്ലേ? സൈക്കോളജി പഠിച്ചില്ലേ? പഠിച്ചു. അവിടെ പിയാഷെനെ കുറിച്ച് പഠിച്ചോ? പഠിച്ചു. പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി. ഇത് പെഡഗോജിയുടെയും കൂടെ ഭാഗമാണ്. പെഡഗോജിയിലെ ലാംഗ്വേജ് ആൻഡ് തോട്ടിന്റെ ഭാഗമായിട്ടും കൂടെ ഇയാൾ വരികയാണ് ഈ പിയാഷെ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ പഠിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും ചോദ്യം വരിക, ഈ വിഭാഗത്തിൽ ചോദ്യം വരികയാണെങ്കിൽ ഇത് ഇംഗ്ലീഷിലായിരിക്കും വരിക. ഓക്കെ. അപ്പോ ഓക്കെ, താങ്ക് യു രേഖ. വാട്ട് ഈസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എന്താണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മേരി രേഷ്മ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുക? ബുദ്ധിപരമായിട്ടുള്ള അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇസ് ദി എമർജൻസ് ഓഫ് ദി എബിലിറ്റി ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവിനെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയല്ലേ. അക്വിസിഷൻ ഓഫ് ദി എബിലിറ്റി ടു തിങ്ക്, റീസൺ ആൻഡ് പ്രോബ്ലം സോൾവ്. അതുപോലെ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ തിങ്കിങ് ചേഞ്ചസ് അക്രോസ് ദ ലൈഫ് സ്പാൻ. ജീവിതത്തിലൊട്ടാകെയുള്ള ലൈഫ് സ്പാനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന പ്രോസസ്സാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് ഉണ്ടാവുക? മേരി 10 11 വയസ്സോ? മനുഷ്യന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ജനിച്ചാൽ മരിക്കും വരെ കേട്ടോ, ലൈഫ് സ്പാൻ ആണ്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ലൈഫ് സ്പാൻ ആണ്. മേരി കേൾക്കാമോ? ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയ. ഓക്കെ, ഓക്കെ അല്ലേ? മേരി ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല, മൈക്ക് എന്തോ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമ്മൾ മുമ്പോട്ട് പോവാണ്. ആദമിന്റെ മൈക്ക് ഓണാണല്ലോ. പിയാഷെ ആദം ഓക്കെ അല്ലേ? Piaget studied, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ, Piaget studied cognitive development by observing children's particular examine how their thought process changed with age. വയസ്സിനനുസരിച്ച് എങ്ങനെയാണ് അവരുടെ ചിന്തയിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് പിയാഷെ പഠിച്ചു. ഇറ്റ് ഇസ് ഗ്രോയിങ് അപ്രഹെൻഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ടു ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്. എങ്ങനെയാണ് ഈ സാമൂഹികവും സാംസ്കാരികമായിട്ട് അവൻ്റെ പ്രകൃതിയോട് പരിസ്ഥിതിയോട് അവൻ ഇണങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിച്ചു. പിയാഷെ ബിലീവ്ഡ് ദാറ്റ് ചിൽഡ്രൻ ആക്ട് ലൈക്ക് little scientists exploring environment to gain understanding. പിയാഷെ എങ്ങനെയാ വിശ്വസിച്ചത്? കുട്ടികൾ ഒരു ലിറ്റിൽ സയന്റിസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദമേ
കുട്ടികൾ ലിറ്റിൽ സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞത് ആരാ? പിയാഷെ. പലതവണ ചോദിച്ചിട്ടുണ്ടല്ലേ, ലോൺ സയന്റിസ്റ്റ് എന്നും പറയും അല്ലേ? ലോൺ സയന്റിസ്റ്റ്. ഓക്കെ, എന്താ പറഞ്ഞ ആദം? ലോൺ സയന്റിസ്റ്റ്. ഓക്കെ, യെസ്. അപ്പോ പിയാഷെയുടെ സിദ്ധാന്തത്തെ സൈക്കോളജിയിൽ അല്ലെങ്കിൽ പെഡഗോജിയിൽ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് പറയാം. പിയാഷെയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് കേവലം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മാത്രമല്ല, 3 ഐഡിയകൾ കൂടിയതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പേര് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. ഭവ്യ, എന്താണ് പിയാഷെയുടെ തിയറി? ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 പ്രിൻസിപ്പിൾസുകളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പൊ ആദ്യം അദ്ദേഹം ഈ ജനറ്റിക് എപ്പിസ്റ്റമോളജിയിൽ അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത് കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ചാണ്, ബുദ്ധിപരമായ ഘടനയെ കുറിച്ചാണ്. ഈ ബുദ്ധിയുടെ ഘടനയ്ക്ക് എന്താ പറയാ ഭവ്യ? സ്കീമ. അപ്പൊ അദ്ദേഹം സ്കീമയെ കുറിച്ച് വിശദീകരണം നടത്തി. ബിക്കോസ് ദാറ്റ് ഈസ് ദി കോഗ്നിറ്റീവ് സ്ട്രക്ചർ. Genetic epistemology means it is a theory put forward by Piaget, and this genetic epistemology consists of 3 principles. The first one is cognitive structure and the second one is cognitive function. Cognitive structure എന്ന് പറഞ്ഞ സ്കീമയാണ്. പിന്നെ cognitive function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം ഉണ്ട്: അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം. പറഞ്ഞ ഭവ്യ? അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം. അസിമിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, ഇക്വിലിബ്രിയം ഉണ്ട്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിന് 4 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. വെരി ഗുഡ്. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് അങ്ങോട്ട് പോയാലോ? സോ ദിസ് ടൈം I request to whom? Adam, could you please answer for this question? In this theory of cognitive development, Jean Piaget explains cognitive structure in terms of schema. Schemas, very good. In his theory of the cognitive development, Jean Piaget explains കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അദ്ദേഹം കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് മേരി രശ്മ? സ്കീമ. Then what is cognitive function? Cognitive function എന്ന് പറഞ്ഞാൽ അസിമിലേഷൻ, ഇക്വിലിബ്രിയം, അക്കോമഡേഷൻ. അതിന്റെ ഓർഡറിൽ പറ. അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം. ഓർഡറിൽ പറയാൻ പറഞ്ഞത് ചോദ്യം വന്നാൽ തെറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാട്ടോ. ഈ ചോദ്യത്തിന് വായിച്ച ഉത്തരം എന്ന് പറഞ്ഞേ. According to Jean Piaget, an ongoing process which refines and transforms mental structure is called According to Jean Piaget, an ongoing process which refines and transforms mental structure. നമ്മൾ മാനസിക ഘടന ഉണ്ടല്ലോ, ഘടനയെ റിഫൈൻ ചെയ്യുകയും ട്രാൻസ്ഫോം രൂപാന്തരം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ പേരാണ് ഇക്വിലിബ്രിയം. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇക്വിലിബ്രിയം ആയി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ചോദ്യം മനസ്സിലായോ? ഓൺഗോയിങ് പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? കാരണം നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ ആദ്യം നടക്കുന്നത് അസിമിലേഷൻ ആണ്. ഒപ്പം വേറെ എന്തൂടെ നടക്കും? പുതിയൊരു സംഗതിയെ നമ്മൾ കാണുന്നെങ്കിൽ അവിടെ പുതിയ കാര്യം നടക്കുമ്പോൾ അക്കോമഡേഷൻ നടക്കും. ഇതിന് ഈ 2 പ്രോസസ്സും കൂടെ നടക്കുമ്പോഴാണ് ഇക്വിലിബ്രിയേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓൺഗോയിങ് പ്രോസസ്സിന്റെ പേര് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് വ്യക്തമായില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് സ്കീമേനെ ഡിസ്കസ് ചെയ്യാം. സ്കീമ ഈസ് ആൻ ഇന്റേണൽ റെപ്രസെന്റേഷൻ ഓഫ് ദി വേൾഡ്. ഈ ലോകത്തെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ആന്തരികമായിട്ടുള്ള റെപ്രസെന്റേഷനാണ് സ്കീമ. It helps an individual to understand the world they inhabit
ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സ്കീമകളാണ്. ദിയർ കൊഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ്, അത് ബുദ്ധിപരമായിട്ടുള്ള ഘടനകളാണ്. ദാറ്റ് റെപ്രസെന്റ് എ സർട്ടൻ ആസ്പെക്ട് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകമായ ആസ്പെക്റ്റാണ് അവർ ഈ സ്കീമുകൾ നമുക്ക് തരുന്നത്. ആൻഡ് ക്യാൻ ബി സീൻ ആസ് കാറ്റഗറീസ് which have certain preconceived ideas in them. ഇതിനകത്ത് അതായത് നമ്മൾ ഈ പറഞ്ഞ സ്കീമുകളിലെ ക്യാൻ ബി സീൻ ആസ് കാറ്റഗറീസ് വിച്ച് ഹാവ് സർട്ടൻ പ്രീകൺസീവ്ഡ് ഐഡിയാസ്. ഓൾറെഡി പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള കുറേ ആശയങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. ആ ആശയങ്ങളുടെ മുകളിൽ വന്നിട്ടാണ് വേറെ വേറെ ആശയങ്ങൾ വരുന്നത്, അല്ലേ? അപ്പോൾ അത് ഒരു എന്താ പറയുക, അങ്ങനെ കാറ്റഗറീസ് ആയിട്ടാണ് ഈ സംഗതി നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ സ്കീം ഫോർ ക്രിസ്മസ്. ഇപ്പം ഞാൻ ക്രിസ്മസിനെ കുറിച്ച്, ക്രിസ്മസ് എന്ന് ഞാൻ കേൾക്കുകയാണ്, ഒരു വാക്കാരോ പറഞ്ഞു. പെട്ടെന്ന് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ക്രിസ്മസ് ട്രീ വരാം, പ്രസൻറ്റുകൾ വരാം, ഗിവിങ് മണി വരാം, ഗ്രീൻ വരാം, റെഡ്, ഗോൾഡ്, വിൻ്റേഴ്സ്, പല പല വിഷ്വൽസ് കംസ് ടു മൈ മൈൻഡ്, എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ജീവിതത്തിൽ ക്രിസ്മസിനെ എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്തത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വരിക. വിഷു എന്ന് ഞാൻ പറയാം, അപ്പോൾ ഭവ്യൻ്റെ മനസ്സിൽ വരുന്നത് നല്ല സദ്യ ആയിരിക്കും, അല്ലേ ഭവ്യ? ആദമിൻ്റെ മനസ്സിൽ ചിലപ്പോൾ നല്ല വെടിക്കെട്ടും ഗുണ്ടും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന എന്താ പറയുക ആഘോഷമായിരിക്കും. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്നും വരിക. ഇപ്പം എന്നോട് വിഷു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ കുറേ തമാശകളൊക്കെ വരും. കാരണം പണ്ട് വിഷു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വിഷുക്കണി വെക്കാൻ വേണ്ടി പോകുമായിരുന്നു, ഞങ്ങളുടെ ക്ലബിൻ്റെ. അപ്പോൾ എല്ലാ വിഷുവിനും ഞങ്ങളുടെ കണിയാണ് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും കാണാം. ഞങ്ങൾ പാതിരാത്രിക്ക് തുടങ്ങും, ഒരു 10-12 പേര്. ഒരാൾ ഉരുളിയെടുക്കും, ഒരാൾ പിന്നെ എന്താണ് മറ്റേ ഇതെടുക്കും, എന്താണ് വെള്ളരി എടുക്കും, ഒരാൾ അങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കും, എണ്ണ എടുക്കും, നിലവിളക്കെടുക്കും, മുഴുവൻ സാധനങ്ങളായിട്ട് നമ്മളിങ്ങനെ പോകും. എന്നിട്ട് ഓരോ വീടിൻ്റെ മുമ്പിൽ നമ്മളിത് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു പടക്കം പൊട്ടിക്കും. അപ്പോൾ അവർ ഇറങ്ങി വരുമ്പോൾ അതൊക്കെയാണ്. ഇങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതുപോലെ ക്രിസ്മസിന് കരോൾ പോകും. ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടിയുണ്ട്. അങ്ങനെ ഒരു തവണ പോയപ്പോൾ പണി കിട്ടി. സാധാരണ താമസക്കാരില്ലാത്തൊരു വീടാണ്, അവർ വിദേശത്താണ്. അപ്പോൾ ഒരിക്കൽ അവർ വന്നു ഈ വിഷുവിൻ്റെ സമയത്ത്. അപ്പം ഞങ്ങൾ പോയിട്ട് ഇതൊക്കെ വെച്ച് പടക്കം പൊട്ടിച്ചിട്ട് ആൾ വരുന്നില്ല. പിന്നെയും പൊട്ടിച്ചു, ആൾ വരുന്നില്ല. പിന്നെയും പൊട്ടിച്ചു, കുറേ പടക്കായി പൊട്ടിക്കുന്നത്. എന്നിട്ട് അവർ വരുമ്പോഴേക്കും ഞങ്ങൾ ടേപ്പ് റെക്കോർഡിലും വിഷുവിൻ്റെ പാട്ടും വെക്കുമ്പോൾ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണൻ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നല്ല രസകരമായ പരിപാടിയാണ്. അവസാനം പടക്കമെല്ലാം പൊട്ടിച്ച് തീരാനായി, പാട്ടെല്ലാം റിവൈൻഡ് ചെയ്ത് ആദ്യം മുതൽ പിന്നെയും വെക്കും. വേറെ വീടുകളിലൊക്കെ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അവസാനം നോക്കുമ്പോൾ ജനലിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ നോക്കുമ്പോൾ ആൾ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പോലീസിനെ വിളിക്കുക, കള്ളന്മാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ ചെവി ഓർത്ത് നോക്കി, ചെവി. അപ്പോൾ പോലീസിനെ വിളിക്കുക. ഒന്നും നോക്കിയില്ല, ആദ്യം തന്നെ എനിക്ക് കിട്ടിയ ഉരുളിയെടുത്ത് ഞാൻ വിട്ടു, അടുത്ത എന്താ പറയുക വെള്ളരി എടുത്ത് അടുത്ത ആൾ വിട്ടു. അങ്ങനെ ഓരോ സാധനം എടുത്ത് ഓരോരുത്തർ വരിവരിയായിട്ട് ഓടുകയാണ്. അവസാനം എടുത്തത് ഒരുത്തിൻ്റെ കയ്യിൽ എണ്ണയായിരുന്നു. എണ്ണയല്ലേ കൂടെ തലയിൽ കൂടെ മറിഞ്ഞ് ആകെ ചുരുക്കി പറഞ്ഞ് അന്ന് പിന്നെ എവിടെയും കണി വെക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റുമോ? നാട്ടിലെ പ്രമാണികളായിട്ടുള്ള പല ആൾക്കാരുണ്ട്, അവർ അതിമനോഹരമായ വിഷുക്കണി വെക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളോട് സഹകരിക്കാൻ വേണ്ടി അവർ വിഷുക്കണി എന്ത് ചെയ്യില്ല, ആരും വീട്ടിൽ ഒരുക്കിയില്ല. ഞങ്ങളൊരു സർവീസ് അല്ലേന്ന് കരുതിയിട്ട്. അവസാനം അവർക്ക് അത്തവണ വിഷുക്കണിയില്ല. പിന്നെ അത് വലിയ കലാപമായിട്ട് മാറി. അടുത്ത ദിവസം അങ്ങാടിയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പറ്റിച്ചു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അപ്പം ഞാൻ കഥ പറഞ്ഞു പോയതാണ്. അപ്പോൾ കഥയെന്ന് പറയാനുള്ള മെൻറ്റാലിറ്റി ഇല്ലല്ലോ, നിങ്ങൾ പരീക്ഷ എടുത്ത് വന്നിരിക്കുക, റിയലി സോറി. അപ്പോൾ വിഷുവിനെ കുറിച്ച് വരുമ്പോൾ എനിക്ക് അങ്ങനെ കുറേ ഓർമ്മകൾ. അപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ്, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ആയി ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ ആ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടാണ് എന്തുണ്ടാവുന്നത്, നിങ്ങൾക്ക് സ്കീമുകൾ വരുന്നത്. എല്ലാവരും ഈ ലോകത്തെ കാണുന്ന ഒരുപോലെയേ അല്ല. നമ്മൾ ഈ ലോകത്തെ കാണുന്നത് അവനവൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ച, അവനവൻ്റെ ഉള്ളിലെ സ്കീമ വെച്ചിട്ടാണ്, അല്ലേ? എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ സ്കീമുകളുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്കീമായിരിക്കും, ചില ആൾക്കാരെ സംബന്ധിച്ചത് വളരെ പരിമിതമായിരിക്കും. പക്ഷെ ആ പരിമിതമാണെങ്കിൽ അത് വെച്ചിട്ട് അയാൾ ലോകത്തെ കാണും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്കീമ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഇനി നമ്മൾ സാധാരണ നമ്മുടെ മൈൻഡിൽ നമ്മളൊരു സംഗതി കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ ഒരു സംഗതിയെക്കുറിച്ച്, വലിയ ആളെക്കുറിച്ച് അല്ല പറയുന്നത്, ഒരു കുട്ടിയെക്കുറിച്ച്
അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ സ്കീമുകൾ വരികയാണ്. ഓരോ സംഗതിയെക്കുറിച്ച് അയാൾ മനസ്സിലാക്കുക. ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി ആദ്യമായിട്ട് കാണുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഒരു സ്കീം വരികയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പൂച്ചനെ കാണുമ്പോൾ പൂച്ച, പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് പൂച്ചനെ പോലുള്ള വലിയ മഞ്ഞ കളറുള്ള പൂച്ച, അത് പൂച്ചയല്ല കടുവയാണ്. അപ്പോൾ മൂപ്പിന് അതിൻ്റെ മുകളിൽ ഒരു ഓൾറെഡി ഉള്ള സ്കീമയിൽ പുതിയൊരു സ്കീം വരികയാണ്. അപ്പോൾ അതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് കോഴീനെ കണ്ടു. കുഞ്ഞിനെ സംബന്ധിച്ചുള്ള എല്ലാം കോഴിയാണ്. അപ്പോൾ ഒരു കോഴീനെ കണ്ടപ്പോൾ ദിസ് ഈസ് കോഴി, മനസ്സിലേക്ക് ഒരു എന്ത് വന്നു, സ്കീം വന്നു. അപ്പോൾ അവിടെ അസിമുലേഷൻ നടന്നു. അപ്പോഴാണ് പറയുന്നത് ചില കോഴികൾ എന്താണ് തല ഇങ്ങനെ താഴേക്ക് തൂക്കിയിട്ടാണ് നടക്കുന്നത്, ഇങ്ങനെ. എന്നാൽ ചില കോഴികൾ തല പൊന്തിച്ചിട്ടാണ് നടക്കുന്നത്, ഇങ്ങനെ. തലയിൽ തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പം ഈ കോഴിയും ആ കോഴിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പുതിയൊരു കോഴീനെ കണ്ടു. അപ്പോൾ ഓൾറെഡി ഉള്ള സ്കീമയ്ക്കകത്ത് ചെറിയൊരു അപ്ഡേഷൻ കൂടി വരികയാണ്. അതായത് ഇറ്റ് ഈസ് യൂസിങ് എൻ എക്സിസ്റ്റിംഗ് സ്കീമ, ഒരു എക്സിസ്റ്റിംഗ് സ്കീമയെ ഉപയോഗിച്ചുകൊണ്ട് ഡീൽ വിത്ത് എ ന്യൂ ഒബ്ജക്റ്റ്, ഒരു പുതിയ ഒബ്ജക്റ്റിനെ ഡീല് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുക. അപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്കീമ വെച്ചുകൊണ്ട് ഒരു പുതിയ സിറ്റുവേഷനെ ഡീൽ ചെയ്യാണ്. The learner fits the new idea into what he already knows. Not the point. ഇവിടെ ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി അറിയാവുന്ന ഒരു പോയിന്റിലേക്ക് മറ്റൊന്ന് അറ്റാച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് അസിമിലേഷൻ. ഓക്കെ. ഇൻ അസിമിലേഷനിൽ എന്ത് സംഭവിക്കുന്നില്ല? സ്കീമ ചേഞ്ച് ആവുന്നില്ല. ഇറ്റ്സ് ഓൺലി മോഡിഫൈഡ്. ശ്രദ്ധിക്കണേ, സ്കീമ വെറുതെ മോഡിഫൈ ചെയ്യാണ്. പെടക്കോഴിയിൽ നിന്നും പെടക്കോഴിയും പൂവൻകോഴിയും എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ നടക്കുക, ഉള്ള അറിവിനെ മോഡിഫിക്കേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അസിമിലേഷൻ. എ 2-year-old ചൈൽഡ്, ഒരു 2 വയസ്സുള്ള കുട്ടി സീസ് എ മാൻ, ഒരാളെ കാണുന്നു, ഹൂ ഈസ് ബാഡ് ഓൺ ടോപ്പ് ഓഫ് ഹിസ് ഹെഡ് ആൻഡ് ഹാസ് ലോങ് ഫ്രീസി hair on the sides. To his father's horror, the toddler shouts, "Clown, clown." Okay. അപ്പോൾ to his father's horror, the toddler shouts. അപ്പോൾ ഒരു രൂപമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ എന്താണ്, അയാൾ എങ്ങനെയാണ്? ഹു ഈസ് ബാൾഡ്, കഷണ്ടിത്തലയനാണ്. അതുപോലെ ഹെഡ് ആൻഡ് ഹാസ് ലോങ് ഫ്രീസി ഹെയർ, അയാൾക്കും ഇങ്ങനെ ചുരുണ്ട മുടികളുണ്ട്, അതുപോലെ 2 സൈഡിലേക്കായിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ കുട്ടി പറയും ക്ലൗൺ, ക്ലൗൺ. അപ്പോൾ ആ കണ്ട ഒരു നിലവിൽ ആ കുട്ടിയുടെ മനസ്സിൽ ക്ലൗൺ എന്ന് പറയുന്ന ഒരു സിമുലേഷൻ ഇരിക്കുന്നുണ്ട്, ഒരു സ്കീം ഇരിക്കുന്നുണ്ട്. ഈ കണ്ട ആളെ കണ്ടപ്പോൾ ഈ പറഞ്ഞ നിലവിലുള്ള സ്കീമില്ലേ, അതിനകത്ത് ചില മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ആര് ചെയ്യുന്നത്? കുട്ടി ചെയ്യുന്നത്. എന്നാൽ അക്കമഡേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഹാപ്പൻസ് വെൻ എക്സിസ്റ്റിംഗ് സ്കീമ, അതായത് ഉള്ള സ്കീമില്ലേ, നോളജ് ഡസ് നോട്ട് വർക്ക് ആൻഡ് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്. ഒരു സ്കീം ഉണ്ട് ഇവിടെ, ഓക്കെ. എന്നാൽ വേറെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു കോഴിയെ കുറിച്ചാണ് കുട്ടി പഠിച്ചത്. പിന്നെയാണ് കാണിക്കുന്നത് വേറൊരു സാധനം വരുന്നു, കോഴിയല്ല, മരത്തിൻ്റെ മുകളിൽ വന്നിട്ട് വേറൊരു കോഴി ഇരിക്കുന്നു, പച്ച കളറിൽ, തത്ത. പുതിയൊരു സാധനം വന്നു. അപ്പോൾ ഉള്ള സ്കീമയിൽ ഇത് നടക്കാതെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഈ കോഴിയല്ലാതെ ഈ ഭൂമിയിൽ പച്ച കളറുള്ള ഒരു കോഴിയും കൂടെ ഉണ്ട്, അതിൻ്റെ പേരാണ് തത്ത. ഒരു പുതിയ ഇൻഫോർമേഷൻ വരികയാണ്. ഓക്കെ. അപ്പോൾ ഡീൽസ് വിത്ത് ന്യൂ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ. ഇൻ അക്കമഡേഷൻ ദ സ്കീമ ഈസ് ആൾട്ടേർഡ്. ഇവിടെ ആൾട്ടർ ചെയ്യപ്പെടുകയാണ് സ്കീമ. അക്കമഡേഷനിൽ സ്കീമ ചേഞ്ച് ചെയ്യുന്നു. മറ്റൊരിടത്ത് എന്താ ചെയ്യുന്നത്? മോഡിഫൈ ചെയ്യുന്നു. ഇവിടെ ഉള്ള സ്കീമ മാറ്റി പുതിയൊരു സ്കീമ വരികയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ സ്കീമ വരികയാണ്. ഓക്കെ, പുതിയൊരു സ്കീമ. നേരത്തെ ക്ലൗണിൻ്റെ കേസാണ്. ക്ലൗൺ ഇൻസിഡൻറ്റ്, ദ ബോയ്സ് ഫാദർ എക്സ്പ്ലെയിൻ ടു ഹിസ് സൺ ദാറ്റ് ദ മാൻ വാസ് നോട്ട് എ ക്ലൗൺ. അതായത് പുറത്തിരിക്കുന്ന ആൾ ക്ലൗൺ ആണെന്ന് കുട്ടിക്ക് പെട്ടെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയത് ക്ലൗൺ അല്ല, അത് വേറൊരു മനുഷ്യനാണ്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ആളുകളുണ്ട്, ക്ലൗൺ വേറെയാണ് എന്ന് രണ്ടായിട്ട് തിരിയാണ്. അപ്പോൾ ആനവണ്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആദ്യം JCB, ആനനെ കണ്ട കുട്ടി, പിന്നെ JCB കണ്ടാണ്. അപ്പോൾ ആന വണ്ടി എന്ന് കുട്ടി എന്നെ വിളിക്കുകയാണ്. ബിക്കോസ് കുട്ടിയുടെ മൈൻഡിൽ ഇരിക്കുന്ന സ്കീമയിൽ ആനയുണ്ട്, തുമ്പിക്കൈ ഉണ്ട്. ഇവിടെ അതുപോലെ വണ്ടിയും കണ്ടിട്ടുണ്ട്.
ഇവിടെ നോക്കുമ്പോൾ വണ്ടി പോലെ ചക്രമൊക്കെ ഉള്ള സാധനം, പക്ഷെ ആനേൻ്റെ തുമ്പി കയറും, പിന്നെ ആന വണ്ടി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മോഡിഫിക്കേഷനാണ് കുട്ടി ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ തിരുത്തുകയാണ്, ദിസ് ഈസ് നോട്ട് ആന വണ്ടി, ദറ്റ് ഈസ് JCB. അപ്പോൾ പുതിയ സാധനമാണെന്ന് തിരിച്ചറിയുമ്പോൾ, JCB ആണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ അക്കോമഡേഷൻ നടക്കുന്നു, അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പുതിയ നോളേജിനെ. ആദ്യം ഉള്ളതിൻ്റെ മുകളിൽ തന്നെ മൂപ്പര് പണി ചെയ്യായിരുന്നു ചെയ്യുന്നത്, മോഡിഫൈ ചെയ്തു. ഇപ്പം എന്ത് ചെയ്തു, അതിനെ ആൾട്ടർ ചെയ്തു. ഓക്കെ, equilibrium. What is equilibrium? Piaget believed that cognitive development did not progress at a steady rate. പിയാഷെ പറയുന്നത് ഈ ബുദ്ധിവികാസം ഒരേ ലെവലിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, ബട്ട് റാദർ ഇൻ ലീപ്സ് ആൻഡ് ബൗൺസ്, ആണ് ഉയർച്ചകളും താഴ്ചകളും ഉണ്ട്. Equilibrium occurs when a child's schema can deal with most new information through the assimilation. അസിമിലേഷൻ വഴി പുതിയ എന്താ പറയുക സ്കീമാസ് മനസ്സിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇക്വിലിബ്രിയം നടക്കുന്നു. ആസ് എ ചൈൽഡ് പ്രോഗ്രസ് ത്രൂ ദ സ്റ്റേജസ് ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ അപ്ലൈയിങ് പ്രീവിയസ് നോളേജ്, അതായത് അസിമിലേഷൻ, നമുക്ക് നേരത്തെ ഉണ്ടായ ഒരു നോളേജ് അല്ലേ, ആൻഡ് ചേഞ്ചിങ് ബിഹേവിയർ അക്കൗണ്ട് ഫോർ ദ നോളേജ് അക്കോമഡേഷൻ. അപ്പോൾ ഉള്ളിൽ ഈ ഇക്വിലിബ്രിയം അക്കോമഡേഷൻ എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇക്വിലിബ്രിയം ഹെൽപ്സ് എക്സ്പ്ലെയിൻ ഹൗ ചിൽഡ്രൻ ആർ ഏബിൾ ടു മൂവ് ഫ്രം വൺ സ്റ്റേജ് ഓഫ് തോട്ട് ടു ദ നെക്സ്റ്റ്. അപ്പോൾ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോവാൻ ഈ ഇക്വിലിബ്രിയമാണ് ആരെ സഹായിക്കുന്നത്, കുട്ടീനെ സഹായിക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇടയിൽ രണ്ട് പ്രോസസ്സും കൂടെ കൂടിച്ചേർന്നുള്ളതാണ്. അതായത് അസിമിലേഷനും അക്കോമഡേഷനും കൂടെ, അസിമിലേഷനും ഉണ്ടാകുന്നു, പിന്നെ അത് അക്കോമഡേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അതിന് അസിമിലേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു ഡൗട്ട് വരികയാണ്, അക്കോമഡേഷൻ ഉണ്ടാകുമ്പോൾ അതൊരു സൊല്യൂഷൻ വരികയാണ്. അങ്ങനെ സൊല്യൂഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയത്തിലെത്തുകയാണ്, ഇക്വിലിബ്രിയം. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഈ രണ്ട് പ്രോസസ്സും കൂടിയാണ്. ഓക്കെ, ഇനി സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റേജുകളാണ്. ഒന്ന് സെൻസറി മോട്ടോർ, മറ്റൊന്ന് പ്രീ ഓപ്പറേഷണൽ, പിന്നെ ഒന്ന് കോൺക്രീറ്റ് ഓപ്പറേഷണൽ, പിന്നെ ഫോർമൽ ഓപ്പറേഷണൽ. നമുക്കൊന്ന് പെട്ടെന്ന് ഈ നാലെണ്ണത്തിനോട് ഓടിച്ചു പോവാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. സെൻസറി മോട്ടോർ സ്റ്റേജ് 2 വയസ്സ് മുതലാണ്, അല്ല, ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സുജി ഇവിടെ ഉണ്ടോ? സുജി, എന്തുകൊണ്ടാണ് ഈ ഒന്നാമത്തെ സ്റ്റേജിനെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്? കുട്ടി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് സെൻസേഷനിലൂടെയാണ്, സെൻസിലൂടെയാണ്. സീയിങ്ങിലൂടെയും ഹിയറിങ്ങിലൂടെയൊക്കെയാണ് കുട്ടി പഠിക്കുന്നത്, അല്ലേ? സെൻസറി എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസ് വെച്ചുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ സെൻസ് ഓർഗൻസ് വെച്ച് കുട്ടി പഠിച്ചിട്ട് മോട്ടോർ ആക്ഷൻസ് കുട്ടിയിൽ നടക്കുന്നുണ്ട്. സീയിങ് ആൻഡ് ഹിയറിങ്ങിൽ കുട്ടി കേൾക്കുകയും കാണുകയും ചെയ്യും, എന്നിട്ട് കുട്ടി ആക്ട് ചെയ്യും, റീച്ചിങ് ആൻഡ് ടച്ചിങ്. അപ്പോൾ സീയിങ് ആൻഡ് ഹിയറിങ്ങിൽ നിന്ന് എവിടെ എത്തുന്നു? റീച്ചിങ് ആൻഡ് ടച്ചിങ്. അപ്പൊ സീയിങ് ആൻഡ് ഹിയറിംഗ് നിന്ന് റീച്ചിങ് ആൻഡ് ടച്ചിലേക്ക് വരിക, ഇതിന്റെ രണ്ടിനിടയിലുള്ള ഈ പ്രായം, സീയിങ് ആൻഡ് ഹിയറിംഗ് ആൻഡ് റീച്ചിങ് ആൻഡ് ടച്ചിങ്, ഈ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം. 2, ഒബ്ജക്റ്റ് പെർമനൻസ് ഡെവലപ്പ് ചെയ്യുന്നു. വാട്ട് ഈസ് ഒബ്ജക്റ്റ് പെർമനൻസ്? സുജി കേട്ടിട്ടുണ്ട് മുമ്പ്? എന്താ അത്? മെമ്മറി. ദാറ്റ് മീൻസ് റിയലൈസ് ദ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ഈവൻ ഇഫ് ദി ആർ എന്താ പറയുക ഔട്ട് ഓഫ് സൈറ്റ്. മുമ്പിൽ കുട്ടിയുടെ മുമ്പിൽ സംഗതി കാണിച്ചിട്ട് അതിനെ പെട്ടെന്ന് നമ്മൾ മാറ്റി കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ചോദിക്കും നമ്മളോട്, അല്ലേ? അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഇപ്പൊ കുട്ടി ഒരു സാധനം ഇങ്ങനെ കാണിക്കുക, നിങ്ങളുടെ കയ്യിലേക്ക് താക്കോല്, അപ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടും. നിങ്ങൾ വേഗം അത് മാറ്റി കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? കരയും. ഇല്ല, നിങ്ങളെ പുറകിലേക്ക് നോക്കും. വൈ? ഒബ്ജക്റ്റ് പെർമനൻസ് നടക്കുന്നുണ്ട്. അതായത് ഒരു സംഗതി മുമ്പൊന്ന് മാറ്റിയാൽ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് കുട്ടി തിരിച്ചറിയുന്നത് ഈ ബർത്തിനും ഇടയിൽ അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് സീയിങ് ആൻഡ് ഹിയറിംഗിൽ നിന്നും റീച്ചിങ് ആൻഡ് ടച്ചിങ്ങിലേക്ക് മാറുന്നു. 2, ഒബ്ജക്റ്റ് പെർമനൻസ് നടക്കുന്നു. 3, ഇൻഫൻസ് പ്രോഗ്രസ് ഫ്രം റിഫ്ലക്സീവ് instinctual
ആക്ഷൻസ് ബർത്ത് ഓൺ ബിഗിനിങ് ഓഫ് ദ പ്രോബ്ലം, അത് ഇന്റലക്ച്വൽ ആൻഡ് സിംബോളിക്. ഇത് ഇവിടെ ഇല്ല. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ, മറ്റേത് അത്ര പ്രധാനപ്പെട്ടതല്ല. ഓക്കെ, താങ്ക് യു സുജി. നെക്സ്റ്റ് ആതിര, 2ാമത്തെ സ്റ്റേജിന്റെ പേര് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഇതിനെ വേണം നമുക്ക് ടോഡ്ലർ ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയാം. എന്ത് പറയാം? ടോഡ്ലർ ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ? 2 to 7. ടോഡലർ എന്ന് പറഞ്ഞാൽ പിച്ച വെക്കുന്ന അല്ലേ, വെച്ച് നടക്കുക. ഓക്കെ, ദിസ് സ്റ്റേജ് ബിഗിൻസ് വെൻ ദ ചൈൽഡ് സ്റ്റാർട്ട്സ് ടു യൂസ് സിമ്പിൾസ് ആൻഡ് ലാംഗ്വേജ്. ശ്രദ്ധിക്കണേ, കുട്ടികൾ സിമ്പിളും ലാംഗ്വേജും ഉപയോഗിക്കുന്ന പ്രായം ഏത് എന്ന് ചോദിച്ചാൽ ഏത് സ്റ്റേജിന്റെ പേര് പറയണം? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. എന്ത് ചോദിച്ചാല്? സിമ്പിളിന്റെയും ലാംഗ്വേജിന്റെയും പ്രായം. സിമ്പിൾസും ലാംഗ്വേജും ഉപയോഗിക്കുന്ന പ്രായം, തുടങ്ങുന്ന പ്രായം. സിമ്പിളും ലാംഗ്വേജും ഭാഷയും സിമ്പിൾസും ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന പ്രായം ഏതാണെന്ന് ചോദിച്ചാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ ടോഡ്ലർ ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ദിസ് ഈസ് എ പീരീഡ് ഓഫ് ഡെവലപ്പിംഗ് ലാംഗ്വേജ് ആൻഡ് കൺസെപ്റ്റ്സ്. ഈ കാലഘട്ടത്തിലാണ് ഭാഷയും കൺസെപ്റ്റ്സും ആശയവും വികസിക്കുന്നത്. സോ ദ ചൈൽഡ് ഈസ് ക്യാപ്പബിൾ ഓഫ് മോർ കോംപ്ലക്സ് മെന്റൽ റെപ്രസെൻറ്റേഷൻസ്. വേർഡ്സും ഇമേജസ് ഇവിടെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുക, വേർഡ്സ് ആൻഡ് ഇമേജസ്. വേർഡ്സ് ആൻഡ് ഇമേജസ് തിരിച്ചറിയാൻ പറ്റുന്ന പ്രായം ഏതാന്ന് ചോദിച്ചാൽ, സ്റ്റേജ് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഞാൻ വേർഡ്സ് ആൻഡ് ഇമേജസ് എടുത്ത് പറയാം, കാരണം പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. വേർഡ്സ് ആൻഡ് ഇമേജസ്. ചിലപ്പോൾ ചോദിക്കും സിമ്പിൾ ആൻഡ് ലാംഗ്വേജ്, ചിലപ്പോൾ ചോദിക്കും വേർഡ്സ് ആൻഡ് ഇമേജ്, ചിലപ്പോൾ ചോദിക്കും ലാംഗ്വേജ് ആൻഡ് കൺസെപ്റ്റ്. ഇത് മൂന്നും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. സിമ്പിൾ ആൻഡ് ലാംഗ്വേജ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. ലാംഗ്വേജ് ആൻഡ് കൺസെപ്റ്റ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. വേർഡ്സ് ആൻഡ് ഇമേജസ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, ഇവിടെ ഹി സ്റ്റിൽ അണേബിൾ ടു യൂസ് ഓപ്പറേഷൻസ് ലോജിക്കൽ മെന്റൽ റൂൾസ്. ഇവിടെ ലോജിക് ഉണ്ടോ ആതിര? ഇല്ല 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 അല്ല. റൂൾസ് ഓഫ് അരിത്മെറ്റിക് ഒന്നും അറിയില്ല, കണക്കിന് നിയമങ്ങളോ ലോജിക്സ് ഒന്നും അറിയില്ല. ദിസ് സ്റ്റേജ് ഇസ് ഫർദർ ഡിവൈഡ് ഇൻ ടു സബ് സ്റ്റേജസ്. ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിനെ നമുക്ക് 2ആയിട്ട് പിന്നെയും തിരിക്കാം. ഒന്ന് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജും ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജും. അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാ ആതിര? 2 to 7 years. അതിനെ 2ആയി തിരിക്കാം. 2 to 4ഉം 4 to 7. 2 to 4 എന്ത് വിളിക്കും? 2 to 4 പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ്. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. 4 to 7 ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ്. ഈ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ദ വെർബൽ റെപ്രസെൻറ്റേഷൻ ബട്ട് സ്പീച്ച് ഇസ് ഈഗോസെൻട്രിക്. ഈഗോസെൻട്രിക് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? വെർബൽ റെപ്രസെൻറ്റേഷൻ ഈ പ്രായത്തിൽ ഉണ്ടാവും. ദ ചൈൽഡ് യൂസസ് സിമ്പിൾസ് ആൻഡ് സ്റ്റാൻഡ് ഓഫ് ദ ആക്ഷൻ. ഇവിടെ സിമ്പിളൊക്കെ യൂസ് ചെയ്യും. എ ടോയ് ഡോൾ സ്റ്റാൻഡ്സ് ഫോർ എ റിയൽ ബേബി. ടോയിനെയൊക്കെ മുമ്പിൽ വെക്കും, ശരിക്കും യഥാർത്ഥ ബേബീനെ പോലെ. ദ ചൈൽഡ് റോൾ പ്ലേസ് മമ്മി ഓർ ഡാഡി. കുട്ടി മമ്മി ഡാഡിയൊക്കെ കളിക്കും, ഈ പറഞ്ഞ പാവകളെയൊക്കെ വെച്ചുകൊണ്ട്. 2 മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായമാണ്. പക്ഷെ 4 മുതൽ 7ലേക്ക് പോകുമ്പോൾ സ്പീച്ച് ബിക്കംസ് മോർ സോഷ്യൽ. നേരത്തെ ഉള്ളത് ചെറിയ രീതിയിൽ സ്പീച്ച് വെർബൽ റെപ്രസെൻറ്റേഷൻ തുടങ്ങും, പക്ഷേ സ്പീച്ച് ഈഗോ സെൻട്രിക് ആയിരിക്കും. എന്നാൽ സ്പീച്ച് ബിക്കം മോർ സോഷ്യലായി വരുന്നത് അതുപോലെ ലെസ് ഈഗോസെൻട്രിക്, ഈഗോസെൻട്രിസം കുറയുകയും ചെയ്യും. അപ്പോൾ ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഹിയർ ദ ചൈൽഡ് ബേസ് ദെയർ നോളേജ് ഓൺ വാട്ട് ദ ഫീൽ ഓർ സെൻസ് ടു ബി ട്രൂ. എന്താണോ കുട്ടി അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് അത് സത്യമാണെന്ന് കരുതും. യെറ്റ് ദേ കനോട്ട് എക്സ്പ്ലെയിൻ ദ അണ്ടർലൈൻഡ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വാട്ട് ദ ഫീൽ ഓർ സെൻസ്. എങ്കിലും അവർക്ക് വലിയ ലോജിക് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റേജുകളെ കുറിച്ച് ചുരുക്കി ഒന്ന് ആതിര പറഞ്ഞേ. ഏതൊക്കെയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജും ഉണ്ട്, ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജും ഉണ്ട്. പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 to 4 years ആണ്. അവിടെ എന്ന് പറയുന്നത് വെർബൽ റെപ്രസെന്റേഷൻസ് ഒക്കെ കൂടുന്ന സമയമാണ്. അവിടുത്തെ സ്പീച്ച് എന്ന് പറയുന്നത് ഈഗോ സെൻട്രിക് ആയിരിക്കും. ഓക്കെ. പിന്നെന്ന് പറയുന്നത് ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ് ആണ്. ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജിൽ 4 to 7 years ആണ് ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് സ്പീച്ച് കുറച്ചും കൂടെ സോഷ്യൽ ആകും. ഓക്കെ, ഗുഡ്.
ഗുഡ്. ഓക്കെ, വാട്ട് ദ ഫീൽ ഓർ സെൻസ് ടു ബി ട്രൂ എന്ന് അവർ വിശ്വസിക്കും അല്ലേ? തങ്ങൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ ശരിയാണെന്ന്. ഓക്കെ, ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താ? ഈഗോ സെൻട്രിക് നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് പറയാമോ ആതിര? ഈഗോ സെൻട്രിസം എന്ന് വെച്ചാല് ഞാൻ എന്റേത് എന്നുള്ള രീതിയാണ് ഈഗോ സെൻട്രിസം. തന്റേതായ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കാണാം. അല്ലാതെ നമ്മളെ സാധാരണ ഈഗോ ആണോ? പാവത്തിരി പോകുന്ന കുട്ടിയൊക്കെ മനസ്സിൽ ഈഗോ ഉണ്ടാവോ? ആ ഈഗോ അല്ലേ ഈഗോ അല്ലേ? ഈ ഈഗോ എന്ന് പറഞ്ഞാൽ തന്റെ മാത്രം ആംഗിളിലൂടെ കാര്യങ്ങളെ കാണുന്ന പരിപാടിയാണ് അല്ലേ? ഓക്കെ, അതാണ് സംഭവം. ദ ചൈൽഡ്സ് തോട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടിപ്പിക്കലി ഈഗോസെൻട്രിക്. അതായത് അബൌട്ട് ദംസെൽസ് ഓർ ദെയർ ഔൺ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ ഔൺ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങളെ കാണുക. ഇഫ് ഐ കാൺ സീ യു, യു ഓൾസോ കാൺ സീ മീ. എനിക്ക് നിന്നെ കാണാൻ പറ്റും, നിനക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്ത അല്ലേ? നമ്മൾ പൂച്ച കണ്ണടയ്ക്കുന്ന പോലെ, പാൽ കുടിക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന മാതിരി കുട്ടികൾ വിചാരിക്കും ഞാൻ കണ്ണടച്ച ഞങ്ങളും കാണുന്നില്ല എന്നുള്ളൊരു ചിന്ത. ഇറ്റ്സ് എ ഇനബിലിറ്റി ടു സീ ദ വേൾഡ് ഫ്രം എനിവൺ എൽസ് ഐസ്. മറ്റുള്ള ഒരാളുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ കഴിയാത്തതിൻ്റെ കുഴപ്പമാണത്. ഇറ്റ്സ് വെൽ എക്സ്പ്ലെയിൻഡ് ബൈ പിയാഷെ ആസ് 3 മൗണ്ടൻ ടാസ്ക്. അദ്ദേഹത്തിൻ്റെ ഒരു 3 മൗണ്ടൻ ടാസ്കിൻ്റെ ഒരു പിക്ചർ ഉണ്ടോ? ഇങ്ങനെ 3 മൗണ്ടൻസ് രൂപം ഉണ്ടാക്കിയിട്ട് കുഞ്ഞിനെ അപ്പുറത്തിരുത്തിയിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയുന്ന സംഗതിയും ഈ പറയുന്ന ഇദ്ദേഹം കാണുന്ന സംഗതി തമ്മിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈഗോ സെൻട്രിക് പറഞ്ഞാൽ അതാണ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയാത്ത അവസ്ഥ. അനിമിസം എന്ന് പറയുന്നത് ഇദ്ദേഹം ഉപയോഗിച്ചൊരു ടേമാണ്. വാട്ട് ഈസ് അനിമിസം ആതിര? അനിമിസം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ് സർ. അനിമിസം എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള ഒരു പോയിന്റ് ആണ്. ട്രീറ്റിംഗ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആസ് ലിവിങ് വൺസ്. മനസ്സിലായോ? കയ്യിൽ ജീവനില്ലാത്ത സംഗതികളില്ലേ, പാവയൊക്കെ ജീവനുള്ളതായിട്ട് കരുതുന്നത് ഏത് പ്രായത്തിലാന്ന് ചോദിക്കും. സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്, അല്ല സോറി, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? പ്രീ കൺസെപ്ച്വൽ സ്റ്റേജിലാണ്. ഇനി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ലിമിറ്റഡ് ആസ്പെക്ട് ഓഫ് സ്റ്റിമുലസ് ആൻഡ് ഇഗ്നോറിംഗ് ആസ്പെക്ട് ഇസ് നോട്ട് ഈസ് എ കൺസർവേഷൻ. അപ്പോൾ കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. അത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അനിമിസം എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും അനിമിസം, പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും ഈഗോ സെൻട്രിസം, ഇനി കൺസർവേഷനും ചോദിക്കും. കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അളവുകളെക്കുറിച്ചും മറ്റൊക്കെ ഒരു ധാരണ ഉണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അല്ല വേണ്ട ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, നമ്മളൊരു ബിസ്ക്കറ്റ് എടുത്തു. അപ്പോൾ കുട്ടി നമ്മളെ ബിസ്ക്കറ്റ് ചോദിക്കും, അതും കൂടെ എത്താന്ന് പറയും. അപ്പോൾ നമ്മളത് കൊടുക്കുന്നതിന് പകരം വേറൊരു ഐഡിയ ഉണ്ട്. ആ കൊടുത്ത ബിസ്ക്കറ്റ് മുറിച്ചിട്ട് 2 എണ്ണമായി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 2 ബിസ്ക്കറ്റ് കിട്ടി എന്ന ഒരു അതായത് കൺസർവേഷനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ കൺസർവേഷൻ ഓൺ ദ അതർ ഹാൻഡ് ഇസ് നോളേജ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ഇസ് അൺറിലേറ്റഡ് ടു ദ അറേഞ്ച്മെന്റ് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ ഒബ്ജക്ട്. ചിൽഡ്രൻ അറ്റ് ദി സ്റ്റേജ് ആർ അൺഅവെയർ ഓഫ് ദ കൺസർവേഷൻ. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഈ പറയുന്ന കൺസർവേഷനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. നിങ്ങളെ വീട്ടിലെ ചിലപ്പോൾ 1 വയസ്സുള്ള കുട്ടീൻ്റെ അടുത്ത് ഈ പരിപാടി കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരൊറ്റ അറിയില്ലേ? എൻ്റെ വീട്ടിലെ 10 മാസം പ്രായമുള്ളൂ, ഓൻ്റെ ബിസ്ക്കറ്റ് മുറിച്ചിട്ട് 2 കഷ്ണമായി കൊടുത്ത് ഒറ്റ ഇറങ്ങറിയും. അപ്പൊ ഇത് ആ കാലഘട്ടത്തിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പിയാഷയുടെ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച തിയറിയാണ്. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്, ജനറേഷൻസ് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതിലേക്ക് ചിരി വരുന്നുണ്ട്. സാറി 2 ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ കൊടുക്കും. അതന്നെ. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്, അനുഭവമാണെന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ 1 ഗ്ലാസ്സിലുള്ള ജ്യൂസ് 2 എണ്ണത്തിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ആൾ തൃപ്തിയാണ്, ഹാപ്പിയാണ്. അപ്പോൾ കാരണം 1 ഗ്ലാസ്സിൽ ഉള്ള സംഗതി പിന്നെ അതുപോലെ ചെറിയൊരു ഗ്ലാസ്സിലാവുമ്പോൾ നിറയെ ഉണ്ടാവും, അതൊരു വലിയ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ചാവും, അപ്പോൾ കച്ചറ ഉണ്ടാക്കും. ഇത് കുറച്ചേ ഉള്ളൂ എന്ന് പറയും. 2 ഒരേ അളവാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ദാറ്റ് ഈസ് കൺസർവേഷൻ. അപ്പോൾ 3 ടേംസുകൾ, ഒന്ന് കൺസർവേഷൻ, ഒന്ന് അനിമിസം ആൻഡ് അനദർ വൺ ഈസ് ഈഗോസിസം. ഓക്കെ, ഈഗോ സെൻട്രിസം. അപ്പോൾ ഏതൊക്കെയാണ് 3 ടേം? ആരോടെ ചോദിക്കാം നമുക്ക്? രേഖ സജിത്ത്,
Which are the 3 terms that we have discussed in this pre-operational stage? Egocentrism, animism, conservation. Okay. എന്താ ഈ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? അളവിനെയും തൂക്കത്തിനെയും കുറിച്ച് ധാരണയില്ലായ്മ. അതായത് ഇപ്പൊ ഒരു വലിയ പാത്രത്തില് വെള്ളം വെച്ചിട്ട് അതേപോലെ തന്നെ അതേ അളവ് കൊള്ളുന്ന വേറെ വലിപ്പം കൂടുതലുള്ളത്, ഒന്ന് നീളമുള്ളതും ഒന്ന് വീതിയുള്ളതും ആണെങ്കിൽ വെച്ച് വെച്ചാൽ നീളമുള്ളതിലാണ് വെള്ളം കൂടുതൽ, മറ്റേതിൽ വെള്ളം കുറവാണെന്ന് പറയുന്ന അവസ്ഥ. യെസ്, വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ. അതുപോലെ വാട്ട് ഈസ് അനിമിസം? ജീവനില്ലാത്ത വസ്തുവിനും ജീവനുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് അനിമിസം എന്ന് പറയുന്നത്. പാവയ്ക്ക് ജീവനുണ്ട്, അല്ലെങ്കിൽ ഒരു വടി എടുത്തിട്ട് നീ ഇത് പറയേ, നീ ഇത് ചെയ്യെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കളിക്കണ ആ ഒരു ഇത് അനിമിസത്തിൽ വരുന്നതാ. വെരി ഗുഡ്. ഈഗോസെൻട്രിസം? എന്താണ്, എല്ലാം തന്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്നത്. ഇതിപ്പോ ഞാൻ ഉറങ്ങി എണീക്കുന്ന സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത്, ഞാൻ ഉറങ്ങുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയാണെന്ന് പറയുന്നത് ഈഗോസെൻട്രിസത്തിൽ വരുന്നതാ. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, അതെനിക്ക് ഇഷ്ടമായി. ഓക്കെ, ഗുഡ്. അപ്പൊ ഇതാണ് സംഗതി. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോവാണ്. ഓക്കെ, താങ്ക് യു രേഖ. മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. ഇവിടെ ഓർക്കേണ്ടത് 7 മുതൽ 12 വയസ്സ് വരെയാണ്. ഇവിടെ ദി കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ദ ലോജിക്. ഈ സ്റ്റേജിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ലോജിക്. കുട്ടികൾ ലോജിക്കലി കാര്യങ്ങൾ കണക്കാക്കുന്നില്ല. ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലോജിക്കലി കാര്യങ്ങൾ കാണുന്നത് ഈ പ്രായത്തിലാണ്. ഇവിടെയാണ് സീരിയേഷൻ നടക്കുന്നത്. എന്താ സീരിയേഷൻ ചോദിച്ചാൽ ദ എബിലിറ്റി ടു സോർട്ട് ഒബ്ജക്ട്സ് ഇൻ ആൻ ഓർഡർ അക്കോർഡിംഗ് ടു സൈസ്. ഇപ്പോൾ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാര്യങ്ങളെ ഓർഡർ ചെയ്യാൻ പഠിക്കുക, ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ഓർഡർ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ആണ് സീരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീരിയേഷനാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇവിടെ. ഉദാഹരണമായിട്ട് ഇഫ് ഗിവൺ ഡിഫറെൻറ്റ് സൈസ് ഒബ്ജക്ട്സ് ദേ മേ പ്ലേസ് ദം അക്കോർഡിംഗ്ലി. നിങ്ങൾ ഡിഫറെൻറ്റ് സൈസുള്ള കുറേ ടോയ്സ് ഒക്കെ കാണാം. ഈ സീരിയേഷൻ എന്ന് പറയുന്ന സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ ടോയ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ സീരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. എബിലിറ്റി ടു സോർട്ട് ഒബ്ജക്ട്സ് ഇൻ എൻ ഓർഡർ അക്കോർഡിംഗ് ടു സൈസ്, ഷേപ്പ്, ഓക്കെ, ഓർ എനി അതർ ക്യാരക്ടറിസ്റ്റിക്സ്. ദിസ് ഈസ് വാട്ട് സീരിയേഷൻ. സീരിയേഷൻ എന്ന് പറയുന്നത് ഭവ്യ ഏത് സ്റ്റേജിലാണ് സീരിയേഷൻ നടക്കുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ട്രാൻസിറ്റിവിറ്റി. എന്താ? ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, ട്രാൻസിറ്റിവിറ്റി. അപ്പൊ മറക്കരുത്, നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? സീരിയേഷൻ. ക്ലാസിഫിക്കേഷൻ. കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യുക. അപ്പം വ്യത്യസ്തമായിട്ടുള്ള അനിമൽസിനെയൊക്കെ ഇങ്ങോട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. പിന്നെ ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തറിയോ? എബിലിറ്റി ടു റിക്കഗ്നൈസ് എ ലോജിക് റിലേഷൻഷിപ്പ് ഓഫ് ദ എലമെന്റ്സ് ഓർ സീരിയൽ ഓർഡർ. ഇപ്പോൾ എ ഈസ് ടോളർ ദാൻ ബി, ബി ഈസ് ടോളർ ദാൻ സി, ആൻഡ് അങ്ങനെ പറയില്ലേ, ഒന്നും വലുതാണെന്ന് ചെറുതാണ്. അതാണ് ട്രാൻസിറ്റിവിറ്റി. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തത്തേനെ കണ്ടു, തത്ത ഒരു പക്ഷിയാണ്. പിന്നീട് എന്താ പറയുക, പൂച്ചനെ കണ്ടു, അത് വേറൊരു അനിമലാണ്. വേറെ ഡിഫറെൻ്റ് കാറ്റഗറിപ്പെട്ട സംഗതിയാണ് ഇവയെല്ലാം. കോഴി എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ആണ്, അനിമലാണ്. പിന്നീട് കാക്കേനെ കണ്ടപ്പോൾ അത് വൈൽഡാണ് എന്നൊക്കെ എന്ത് ചെയ്യണം, തിരിച്ചറിയുക. വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് മാറും, ഗ്രൂപ്പ് തിരിക്കാൻ വേണ്ടിയിട്ട്. എബിലിറ്റി ടു ഗ്രൂപ്പ് ഒബ്ജക്ട്സ് ടുഗെദർ ഓൺ ദ ബേസിസ് ഓഫ് ദ കോമൺ ഫീച്ചേഴ്സ്. കോമൺ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് അവയെ ഒരു ക്ലാസ്സുകളായിട്ട് തിരിക്കാനുള്ള കഴിവുണ്ടാവും. ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഡീസെൻട്രിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. എബിലിറ്റി ടു ടേക്ക് മൾട്ടിപ്പിൾ അഡാപ്റ്റ്സ് ഓഫ് ദ സിറ്റുവേഷൻ ഇൻ ടു അക്കൗണ്ട്. അതായത് ദ ചൈൽഡ് വിൽ നോ ലോങ്ങർ പെർസീവ് എൻ എക്സെപ്ഷണലി വൈഡ് ബട്ട് ഷോർട്ട് കപ്പ് ടു കണ്ടെയ്ൻ ലെസ് ദാൻ നോർമലി. അത് വൈഡ് ടോളർ കപ്പ്. ഡീസെൻട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സെക്കൻഡേ, ഞാൻ വരയ്ക്കുന്ന വര ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, എബിലിറ്റി ടു ടേക്ക് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സിറ്റുവേഷൻ ഇൻ ടു അക്കൗണ്ട്. കുറേ ആസ്പെക്റ്റോട്ടുള്ള സിറ്റുവേഷൻസിനെ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുക, അതിനുള്ള കഴിവാണ് ഡീസെൻട്രിങ് എന്ന് പറയുന്നത്. റിവേഴ്സബിലിറ്റി, ഇത് പ്രധാനപ്പെട്ടത് റിവേഴ്സബിലിറ്റിയാണ്. എല്ലാത്തിനും റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് തിരിച്ചറിവ്.
ഇപ്പോൾ 4+4 8, 8 - 4 4 എന്ന് പറയുന്നത് ഇപ്പോൾ മാത്സിലൊക്കെയുള്ള റിവേഴ്സിബിലിറ്റി. അപ്പോൾ റിവേഴ്സിബിലിറ്റി പ്രധാനപ്പെട്ടാണ്. നിങ്ങൾക്കിവിടെ പ്രധാനപ്പെട്ടത് സീരിയേഷൻ പ്രധാനപ്പെട്ടതാണ്. ട്രാൻസിറ്റിംഗ് ക്ലാസിഫിക്കേഷൻ അത്ര പ്രധാനപ്പെട്ടല്ല. റിവേഴ്സിബിലിറ്റി പ്രധാനപ്പെട്ടാണ്. കൺസർവേഷൻ പ്രധാനപ്പെട്ടതാണ്. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദ ക്വാണ്ടിറ്റി, ലെങ്ത്, നമ്പർ ഓഫ് ദ ഐറ്റംസ് അൺറിലേറ്റഡ് ടു ദ അറേഞ്ച്മെന്റ് ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ കാണുന്ന, നേരത്തെ പറഞ്ഞു, കാഴ്ചയിലല്ല, മറിച്ച് അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ്, അതായത് അപ്പിയറൻസിലുള്ളതല്ല, അപ്പിയറൻസിലും അറേഞ്ച്മെന്റിലുള്ളതല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. ദാറ്റ് ഈസ് കൺസർവേഷൻ. എലിമിനേഷൻ ഓഫ് ദി ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം ഇവിടെ നിന്ന് എന്താകും? ഇല്ലാതെയാകും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അത് ഇല്ലാതെയാവുന്നത് എവിടെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ദ ചൈൽഡ് പെർഫോംസ് ഓപ്പറേഷൻസ് കമ്പൈനിങ്, സെപ്പറേറ്റിംഗ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കും. ഡിവൈഡിങ്, ഇതൊക്കെ ഇവിടെ നടക്കും. അപ്പോൾ നിങ്ങൾ 3-4 കാര്യങ്ങൾ ഓർത്താൽ മതി. 1 സീരിയേഷൻ എന്താണ്, 2 റിവേഴ്സിബിലിറ്റി, 3 കൺസർവേഷൻ, 4 എലിമിനേഷൻ ഓഫ് ദ ഈഗോസെൻട്രിസം. ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ച് ചോദിച്ചാൽ മേരി എന്തെല്ലാം പറയും? മേരിയുടെ പോയി, മേരിനെ കാണുന്നില്ലല്ലോ, മേരിനെ കാണുന്നില്ല. ആതിര എന്തെല്ലാം പറയും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞാൽ? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് തുടങ്ങുന്നത് 7 മുതൽ 11 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് 3-4 ടേംസ് ആണ്. അതിലൊന്ന് സീരിയേഷൻ. സീരിയേഷൻ എന്ന് പറയുമ്പോൾ ഷേപ്പ്, സൈസ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സീരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റിവേഴ്സിബിലിറ്റി. റിവേഴ്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അപ്പം റിവേഴ്സ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. ഇപ്പം 4+4 എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 8 - 4 എന്ന് പറയുന്നത് 4 ആയിരിക്കും. കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്. നേരത്തെ നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പറ്റില്ല എന്ന് പറഞ്ഞൊരു കഴിവ് നമുക്ക് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് തുടങ്ങുവാണ്. അതായത് ഈ വലിപ്പം, അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്. എലിമിനേറ്റിംഗ് ഈഗോസെൻട്രിസം. അത് നേരത്തെ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈഗോസെൻട്രിസം പോവാണ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലും കൂടെ കാര്യങ്ങൾ കാണും. വെരി ഗുഡ്, എക്സലന്റ്, എക്സലന്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. 12 വയസ്സ് മുതൽ മുകളിലാണ് ഇതുണ്ടാവുക. അത് തോട്ട് ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഫ്ലെക്സിബിൾ ആൻഡ് അബ്സ്ട്രാക്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഫ്ലെക്സിബിൾ, ചിന്തകൾ ഫ്ലെക്സിബിൾ ആവും ആൻഡ് എക്സ്ട്രാക്റ്റ് ആവും, അത് അബ്സ്ട്രാക്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ ദ എബിലിറ്റി ടു സിസ്റ്റമാറ്റിക്കലി സോൾവ് ദ പ്രോബ്ലംസ്. പ്രോബ്ലംസ് സിസ്റ്റമാറ്റിക് സോൾവ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് നത്തിങ് ഇസ് അബ്സല്യൂട്ട്. ഒന്നും തന്നെ അബ്സല്യൂട്ട് ആയിട്ടില്ല. എവറിത്തിങ് ഇസ് റിലേറ്റീവ്. എല്ലാം റിലേറ്റീവ് ആണ് എന്നൊരു ചിന്ത. എല്ലാം ആപേക്ഷികമാണ്, ഒന്നും സ്ഥിരമായുള്ളതല്ല, അബ്സല്യൂട്ട് അല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ പ്രായത്തിലാണ്. വലുതാകുമ്പോഴാണ് ഡെവലപ്പ് സ്കിൽസ് സച്ച് എസ് ലോജിക്കൽ തോട്ട്, ഡിഡക്റ്റീവ്, പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ഇതൊക്കെ ഉണ്ടാവുന്നത്. ഡിഡക്റ്റീവ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അത് നമ്മളെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട സംഭവമാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ലോജിക്കൽ തോട്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. എല്ലാം റിലേറ്റീവ് ആണ്, നോട്ട് അബ്സല്യൂട്ട് എന്നുള്ള തിരിച്ചറിവ്. ഇതാണ് ഇവിടുത്തെ ഈ സ്റ്റേജിലുള്ള പ്രത്യേകത. ഓക്കെ, ഇനി ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റേജസ് സെൻസറി മോട്ടോറിലാണ്. സെൻസസ് ആണ് ഇവിടെ പ്രധാനം. സെൻസസ് ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻസസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റിഫ്ലക്സ് ആക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇൻറ്റിമേറ്റ് ബിഹേവിയർ ഉണ്ട്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നു, റിവേഴ്സിബിലിറ്റി നടക്കുന്നു, ഈഗോസെൻട്രിസം ഈ സമയത്താണ്, അനിമിസം ഒക്കെ ഈ കാലഘട്ടത്തിലാണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണെങ്കിൽ നമുക്കറിയാം ഈഗോസെൻട്രിസം പോകും. ലോജിക് ബിഗിൻസ്, റിവേഴ്സിബിലിറ്റി പ്രധാനപ്പെട്ടാണ്, ക്ലാസിഫിക്കേഷൻ, കൺസർവേഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് ആണ് ഇവിടെ. അതുപോലെ ഡിവർജൻറ്റ് ആൻഡ് കൺവെർജൻ്റ് ആണ്, ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഈ പാഠത്തിൻ്റെ ഭാഗമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്ന്, വാട്ട് ഈസ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ 2 മെത്തേഡുകൾ, അതിന് ആനുപാതികമായി പറയുന്നതാണ്. നേരത്തെ പറഞ്ഞ തിയറിയുമായിട്ടൊരു ബന്ധമില്ല. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഭവ്യ ഒന്ന് പറഞ്ഞേ
എന്താ ഞാൻ പറഞ്ഞ രണ്ട് വാക്ക്? Deductive and inductive method ഓഫ് ടീച്ചിങ്. ഇത് of ടീച്ചിങ്ങിലെ teaching. രണ്ട് മെത്തേഡാണ്. ഓക്കെ. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടീച്ചിങ് ബിഗിൻസ് വിത്ത് എ ജനറൽ റൂൾ ഓഫ് ദ തിയറി പ്രസന്റഡ് ബൈ ദ ഇൻസ്ട്രക്ടർ ഫോളോഡ് ബൈ സ്പെസിഫിക് എക്സാമ്പിൾസ്, അതുപോലെ പ്രാക്ടീസ് പ്രോബ്ലംസ്. ആദ്യം നമ്മളൊരു ജനറൽ റൂൾ എടുക്കും, ഒരു തിയറി എടുക്കും, എന്നിട്ട് അതിന് എക്സാമ്പിൾസുകളൊക്കെ പറഞ്ഞ് വിശദീകരിക്കും. അതായത് ഇവിടെ നോക്കിയേ, ജനറലൈസേഷൻ ആദ്യം നടക്കും, എന്നിട്ട് സ്പെസിഫിക് എക്സാമ്പിളൊക്കെ പറഞ്ഞത് ഒരു തിയറി പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ വശങ്ങളും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഡിഡക്റ്റീവ്. എന്നാൽ ഇൻഡക്റ്റീവ് അങ്ങനെയല്ല. ടീച്ചിങ് ബിഗിൻസ് വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾസ്. കുറേ എക്സാമ്പിൾസുകൾ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും, പ്രസൻറ്റഡ് ബൈ ദി ഇൻസ്ട്രക്ടർ ആൻഡ് റിക്വസ്റ്റ് സ്റ്റുഡൻസ് ടു മേക്ക് ഒബ്സർവേഷൻസ് ഫോർ ഫോർമുലേറ്റ് ജനറൽ റൂൾസ് ഓഫ് തിയറി. എന്നിട്ട് തിയറിയിലേക്ക് എത്തും. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, മേലെ തന്നിരിക്കുന്നൊന്നും വായിക്കണ്ട, ഇത് മതി. ജനറലൈസേഷൻ, അതായത് റൂളുകൾ പഠിച്ചിട്ട് സ്പെസിഫിക് എക്സാമ്പിളുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിഡക്റ്റീവ്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എക്സാമ്പിൾസുകളും ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ജനറലൈസേഷൻ, റൂളിലേക്ക് എത്തുന്നു. ഈ മഞ്ഞ ചാർട്ടിലുള്ളത് പഠിച്ചാൽ അത് മതി, പരീക്ഷ അതിനെ ബേസ് ചെയ്ത് ചോദിക്കോളൂ ക്വസ്റ്റ്യൻ വന്നാൽ. ഓക്കെ, ആദം ഒന്ന് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, രണ്ട് തമ്മിലുള്ള വ്യത്യാസം ചുരുക്കി പറ, ആ മഞ്ഞ സ്ലൈഡ് വെച്ചിട്ട്. ഓക്കെ, ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ജനറൽ റൂൾ ഉണ്ടാവും, ആ റൂളിൽ നിന്ന് സ്പെസിഫിക് എക്സാമ്പിളിലോട്ട് ചെയ്യുന്നതാണ് ഡിഡക്റ്റീവ്. വെരി ഗുഡ്. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് സ്പെസിഫിക് എക്സാമ്പിളിൽ നിന്ന് ജനറൽ റൂളിലോട്ട് പോകുന്നതാണ് ഇൻഡക്റ്റീവ്. ഇൻഡക്റ്റീവ് അത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും കോഡ് എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? കോഡ് ഇല്ല സാർ. ഞാൻ പറയട്ടെ സാർ. DGP. DGP ഡിഡക്റ്റീവ്, ജനറലൈസേഷൻ, സ്പെസിഫിക് അല്ലേ? ആ കൊള്ളാം, സ്പെസിഫിക്കിന്റെ പി അല്ലേ? DGP അത് മതി. മറ്റേതോ? ഇതറിയാമെങ്കിൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാമല്ലോ. ISG അല്ലേ വരുന്നേ? സ്പെസിഫിക് എക്സാമ്പിൾസ് ഓർ ആക്ടിവിറ്റീസ്. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയല്ലോ, DGP ഓർത്താൽ മറ്റേ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, യെസ്. ജനറലൈസേഷൻ, G ഫോർ ജനറലൈസേഷൻ, D ഫോർ പറയാതിരെ ഡിഡക്റ്റീവ്, പിന്നെ നമ്മൾ P ഫോർ സ്പെസിഫിക് എക്സാമ്പിൾസ് അല്ലേ? ഓക്കെ, ഇനി എന്തായാലും മറക്കണ്ട കേട്ടോ, ഓർത്തിരിക്കുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ആരോട് ചോദിക്കാം? രേഖനോട് ചോദിക്കാം. രേഖ, ഇഫ് എ ടീച്ചർ ഇൻട്രൊഡ്യൂസസ് കൺസെപ്റ്റ്സ് ആൻഡ് ജനറലൈസേഷൻ ഫസ്റ്റ് ടു ദ ലെറ്റർ, ഒന്ന് വായിക്കൂ രേഖ. If a teacher introduces concepts and generalizations first to the learner, she is following. ആദ്യം എന്താ ഫോളോ ചെയ്യുന്ന? ആദ്യം ജനറലൈസേഷൻ ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ കൺസെപ്റ്റും ജനറലൈസേഷനും പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പറയുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് അല്ലേ? DGP അല്ലേ? ജനറലൈസേഷന്റെ G. യെസ്, ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, ഒരു PYQ ആണത്. യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ഇസ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഡിഡക്റ്റീവ്. എന്താണ് ആതിര? ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇപ്പൊ നമ്മൾ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പോയിന്റ് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ദ ഇത് ആരും ചോദിച്ചിരുന്നല്ലോ ഒന്ന് ഗ്രൂപ്പിൽ അല്ലേ? ആരോ ചോദിച്ച പോലെ തോന്നി. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ സെൻഡറിൽ നിന്നും റിസീവറിലേക്ക്. ഒരു സെൻഡർ ഉണ്ടാവും, അവിടുന്ന് ഒരു റിസീവറിലേക്ക്, സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ആശയങ്ങൾ കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ കൈമാറുന്നത്. അവിടെ ഒരു സെൻഡർ ഉണ്ടാവും. ഇപ്പം ഞാൻ സംസാരിക്കാൻ ഞാൻ സെൻഡറാണ്, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ റിസീവറാണ്. ഇറ്റ് ഇൻവോൾവ്സ് എൻകോഡിങ് മെസ്സേജസ്. ഇവിടെ മെസ്സേജുകൾ എൻകോഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിറ്റിംഗ് ഇറ്റ് ത്രൂ മീഡിയം, ഡീകോഡിങ് ഇറ്റ് ബൈ ദ റിസീവർ ആൻഡ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് എൻകോഡിങ്, രണ്ട് ഡീകോഡിങ്. എന്താണ് എൻകോഡിങ് എന്ന്
താഴെ തന്നിരിക്കുന്നത് വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ രേഖയ്ക്ക് പറ്റുമോ? എൻകോഡിങ് എന്നാൽ എന്താണ്? ഇംഗ്ലീഷ് ചോദിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞ ഒന്ന് ക്ലാസ് എടുക്ക്. എനിക്ക് ഒന്നാമത് പനി, എനിക്ക് സംസാരിക്കാൻ വയ്യ. രേഖ പോയോ? മൈക്കോണാക്ക് രേഖയെ. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. രേഖ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഭവ്യ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ പറ, വാട്ട് ഈസ് എൻകോഡിങ്? Encoding refers to the process of converting thoughts, ideas, or information into a code or language that can be understood by others. Encoding എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ചിന്തകളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റുക. യെസ്, നമ്മുടെ തോട്ട് ആൻഡ് ഐഡിയ അല്ലേ? തോട്ട് ആൻഡ് ഐഡിയനെ ഭാഷയിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിപാടിയാണ് എന്ത്? എൻകോഡിങ് എന്ന് പറയുന്നത്. എൻകോഡിങ് റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ദ കൺവേർട്ടിങ് തോട്ട്സ്. തോട്ടിനെ കൺവേർട്ട് ചെയ്യുക. നമ്മൾ മനസ്സിൽ ചിന്ത വന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും, മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എഴുത്ത് അതിൽ വരില്ലേ? എൻ്റെ മനസ്സിൽ സാധനമുണ്ട്, ഞാൻ കടലാസിൽ എഴുതി, അത് ലാംഗ്വേജ് അല്ലേ എഴുത്ത് അല്ലേ? ഞാൻ പറയുന്നത് മാത്രമാണോ? അല്ല, എഴുതുന്നത് ലാംഗ്വേജ് ആണ്. They convey meaning effectively from the center. സെൻട്രൽ നിന്ന് റിസീവറിലേക്ക് മീനിങ് പാസേജ് മാറി തന്നാൽ മതി. ഇപ്പം ഞാൻ കടലാസിൽ എഴുതി കൊടുത്തുവിടാണ്. യു ആർ റീഡിങ് ഇറ്റ്. സോ ദ തോട്ട് വിച്ച് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്, ഐ ആം കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ദ ലാംഗ്വേജ് ആൻഡ് ദെൻ ഐ സെൻഡ് ടു ദ റിസീവർ. ഓക്കെ. ഇവിടെ നമുക്കറിയാം ചൂസിങ് വേർഡ്സ്, ജസ്റ്റേഴ്സ്. ഇവിടെ വാക്കുകൾ ഉപയോഗിക്കാം, ആംഗ്യത്തിലൂടെ വേണമെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതർ സിമ്പിളുകൾ ഉപയോഗിക്കാം, റെപ്രസെന്റ് ദ മെസ്സേജ്, സ്ട്രക്ചറിങ് ദ ഇൻഫർമേഷൻ ലോജിക്കലി അപ്രോപ്രിയറ്റ്ലി ഫോർ എന്ത് വേണം ചെയ്യാം. അതുപോലെ ഡിസൈഡിങ് ഓൺ ദ ചാനൽ. ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വെർബലായിട്ട് വേണമെങ്കിൽ പറയാം, റിട്ടൺ ആയിട്ട് പറയാം, ഇനി ഒന്നും വേണ്ട കാണിച്ചു തരാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും, എൻകോഡിങ് ഇനി ഏത് രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാമെന്നാണ് ഈ പറയുന്നത്. ത്രൂ വിച്ച് ട്രാൻസ്മിറ്റ് ടു ദ മെസ്സേജ്. Okay, writing an email, creating a presentation, speaking during the lecture. These all are the examples for that encoding. What is decoding? അത് വായിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നെ ആതിരെ. Decoding is the process of interpreting and making sense of the encoded message received from the sender. സെൻഡറിന്റെ അടുത്തുനിന്ന് കിട്ടിയ ആ മെസ്സേജ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ സാറ് പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചു പറയാം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഡീകോഡിങ്. ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് മീനിങ് ഫ്രം ദ ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ. ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയ ഇൻഫർമേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ മീനിങ് എക്സ്ട്രാക്ട് ചെയ്യുന്ന പരിപാടിയാണ്. വേറെ ഒന്നും വായിക്കണ്ട, വെറുതെ സമയം കളയണ്ട. ഇനി ഇവിടെ റീഡിങ് എ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതും, ലിസണിങ് ടു സ്പീച്ച് കേൾക്കുന്നതും, ഇന്റർപ്രറ്റിംഗ് ഡാറ്റ ഫ്രം ഗ്രാഫ്, അതെല്ലാം എന്താണ്? എന്തിന് ഉദാഹരണമാണ്? ഡീകോഡിങ്. ഇതും എന്തെങ്കിലും കോഡ് വെച്ചില്ലെങ്കിൽ ഡീകോഡിങ് എൻകോഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ എൻകോഡിങ് നമ്മൾ പറയുന്നത് എൻകോഡിങ് അല്ലേ? കേൾക്കുന്നത് സെൻറ്റർ, കേൾക്കുന്നത് മനസ്സിലാക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഡീകോഡിങ്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം, കോഡൊക്കെ ഉണ്ടാക്കിയിട്ട്. യെസ്. അപ്പം ഞാൻ അടുത്തതായിട്ട് നമ്മളെ എരുമ ശിഷ്യ സുജീനെ വിളിക്കാം. സുജി, ഈ ചോദ്യം വായിച്ച് ഉത്തരം പറഞ്ഞേ. Dash is the process of turning communication into thought. കമ്മ്യൂണിക്കേഷനെ തോട്ടിലോട്ട് മാറ്റുന്നത്, അത് എൻകോഡിങ്. ദ പ്രോസസ് ഓഫ് ടേണിങ് കമ്മ്യൂണിക്കേഷൻ, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ചിന്തയിലേക്ക് മാറ്റുന്നത്. അതെന്താണ് പ്രോസസ്? ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളതിന് ചിന്തിക്കുക. യു ആർ തിങ്കിങ് അബൌട്ട് ദാറ്റ് വാട്ട് ഐ ഹാവ് ടോൾഡ്. ഞാനൊരു സെൻഡറാണ്. സെൻഡർ റിസീവർക്ക് ഒരു സാധനം തന്നു, ആ റിസീവർ അത് കേട്ടിട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ തല പോയിക്കണം. സോ ദിസ് ഈസ് ഡീകോഡിംഗ് പ്രോസസ് അല്ലേ? ഡീകോഡിംഗ് പ്രോസസ് ആണോ? ആതിര? അതെ സർ, ഡീകോഡിംഗ്. എൻകോഡിംഗ് അല്ലല്ലോ? അല്ല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. യെസ്.
പ്രീവിയസ് എന്ന് പറഞ്ഞാൽ LPUP-യിലല്ല, മറ്റ് ചില പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. LPUP-യിൽ ഇപ്പോഴല്ലേ വന്നത് പെഡഗോജി. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് വന്ന പരീക്ഷകളിലെ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഞാനിത് വേഗം തീർക്കട്ടെ ഈ ടോപ്പിക്ക്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്താലോ? ഭവ്യ എവിടെ? നമ്മളെ ഭവ്യ. ഹലോ സർ. സുഖല്ലേ? അതെ. ഉറക്കം വരുന്നുണ്ടോ? രാവിലെ മുതൽ പഠിക്കായിരുന്നുണ്ടെന്നോ? ഇരിക്കുന്നുണ്ട്. ക്ഷീണായി ഉണ്ടാവും, രാത്രി ആയിപ്പിക്കും അല്ലേ? സാരല്ല, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. വേഗം വേഗം ആൻസർ പറയണം. ബ്രേക്ക് വേണം, ഞാൻ ഇപ്പോൾ ബ്രേക്ക് തരാം, ഇല്ലെങ്കിൽ വേഗം വേഗം പറഞ്ഞോ. ഇതൊന്ന് വായിച്ചിട്ട് ആൻസർ പറയാം. ഐഡിയ ദാറ്റ് ലാംഗ്വേജ് ഡിറ്റർമൈൻസ് ദ വേ വി തിങ്ക് അബൌട്ട് ദ perceived world relates to the Sapir-Whorf hypothesis. Language determines the way we think about the perceive. Think about the perceive, the word relate to. നമ്മൾ കാണുന്ന ലോകത്തിനെ, നമ്മുടെ കാഴ്ചയെ എന്ത് സ്വാധീനിക്കുന്നു? ഭാഷ സ്വാധീനിക്കുന്നു. അത് relate to the Sapir-Whorf hypothesis. Very good. Sapir-Whorf hypothesis അല്ലേ അത്? Good. Okay. Thank you. Next, Suji. In his theory of cognitive development, Jean Piaget explains cognitive structure in terms of schemas. Very good. Adam, മൂന്നാമത്തേത്. According to Jean Piaget, ongoing process of transforms mental structure is called equilibrium. According to the ongoing process, equilibrium. അടുത്തത് നാലാമത്തെ ചോദ്യം ആരാണ്? അതിര. സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നതിന് വന്നോളൂ കേട്ടോ. ഓക്കെ, അതിര പറ. If a teacher introduces concepts and generalization first to the learner, she is following deductive method of teaching. If a teacher produces concept and generalizations first, നമ്മൾ DGP അല്ലേ? General to specific എന്ന് പറയുന്നതിനോട് particular എന്ന് പറഞ്ഞൂടെ? particular പറയാം. വെരി ഗുഡ്. particular, വെരി ഗുഡ്. PI particular. അപ്പോൾ ജനറലൈസേഷൻ ടു പർട്ടിക്കുലർ. ഓക്കെ, ഡി ഫോർ ഡിഡക്റ്റീവ് മെത്തേഡ് അല്ലേ? ഇനി മറക്കൂലല്ലോ? ഇല്ല. അടുത്തത് ഡാഷ്. അടുത്ത ആളോട് സുജി. ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത് തോട്ട്സ്. Decoding. ഇനി കുറച്ച് ഇത് ഇത്രയും നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ 1 മിനിറ്റ് ബ്രേക്ക് തരാം, 1 മിനിറ്റ്. ഇനി കുറച്ച് ചോദ്യം അധികം ഉണ്ട്, അതുകൊണ്ടാണ്. ഞാൻ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും വെള്ളം കുടിച്ചോളൂ. 1 മിനിറ്റ്, ഞാൻ തിരികെ വരും. എന്ന് പറയോ? Option B, they are focused on themselves. They are focused on themselves. Option B. Okay, very good. 10. How many stages are in Piaget's theory? അത് അതിന് തന്നെ പറഞ്ഞോ. 4. ഭവ്യസ വരുമ്പോൾ പറയണം കേട്ടോ. അടുത്തത് പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ന്യൂ ഇൻഫർമേഷൻ and adding it to what the child already knows is called. Sir. പറഞ്ഞോ, ആദ്യം പറഞ്ഞോ. Information and adding to it assimilation. ഒരു ഇൻഫർമേഷന്റെ മുകളിൽ തന്നെ ആഡ് ചെയ്യുക അല്ലെ, വേറെ അത് ചേഞ്ച് ചെയ്യുന്ന, ആൾട്ടർ ചെയ്യുന്നില്ല അല്ലേ? അസിമിലേഷൻ ആണ്. ചോദ്യം ശരിക്കും നോക്കണേ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് സുജി. Problem solving and dash are developed during the 4th stage. Problem solving and reasoning. Dash are developed during the 4th stage. Formal Problem operation. solving and reasoning. Problem solving and റീസണിങ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി അല്ല. ഈ 4ാമത്തെ സ്റ്റേജിൽ, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ പ്രധാനമായിട്ട് നടക്കുന്നത് പ്രോബ്ലം സോൾവിങ് ആൻഡും റീസണിങ് ആണ്. വെരി ഗുഡ്.
അടുത്തത് ഭവ്യ അല്ല സോറി സുജി തന്നെ പറഞ്ഞോ 13. ഡാഷ് ആർ മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് കൺസെപ്റ്റ്സ്. Schemas. വെരി ഗുഡ്. Schemas are കൺസെപ്റ്റ് mental മെന്റൽ representation. റെപ്രസെന്റേഷൻ സ്കീമയാണ്. വെരി ഗുഡ്. നെക്സ്റ്റ് 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. The child begins to represent the world with words and images. വേർഡും ഇമേജും വെച്ചുകൊണ്ട് ലോകത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. Which are represented through the increased symbolic thinking in the stage of the Piaget's cognitive development theory. അത് ആ രണ്ട് വാക്ക് വേർഡ്സും ഇമേജും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സുജി. Pre-operational stage. വെരി ഗുഡ്. ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സ്റ്റേജാ? 2ാമത്തെ സ്റ്റേജ്. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാ? 6 വയസ്സ്. 2 to 6. 6ആണോ? 7 സാർ ഈ ഏജ് അങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏതാ ഈ ഏജ് കറക്റ്റ് ആയിട്ട് നോക്കണം. ഏജ് കറക്റ്റായിട്ട് നോക്കണം വെച്ചാൽ ഒരെണ്ണം മാത്രമേ വ്യത്യാസം വരുള്ളൂ. ആ 11 അല്ലേ? 11 അല്ലെങ്കിൽ 12. ബാക്കിയൊക്കെ കോമൺ ആയിട്ട് എല്ലാ നോട്ടിലും ഒരുപോലെ ഏജ് നോക്കണം. ഏജ് ചോദിക്കും കേട്ടോ. ഈ 4 സ്റ്റേജിന്റെ ഏജ് പഠിച്ചിരിക്കണം. അത് പ്രധാനപ്പെട്ടതാ. ഓക്കെ. 15ാമത്തെ ചോദ്യം സുജി. Sensory motor stage and cognitive operational stage are the stages of sensory motor and cognitive motor stages. Cognitive development. കോഗ്നിറ്റീവ് development. ശരിയല്ലേ? വെരി ഗുഡ്. അതെ. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് രേഖ. 16ാമത്തെ ചോദ്യം വായിച്ചിട്ട് ആൻസർ പറ. Given below are two statements. Piaget's theory of cognitive development suggests that children actively construct their own cognitive worlds. Second one, in Piaget's sensory motor stage, children are capable of abstract thinking and hypothetical reasoning. In the light of the above statements, choose the most appropriate answer from the options given below. Both statement 1 and 2. രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അതെ. Piaget's theory of the cognitive development suggests that children actively construct their own cognitive world. അത് ശരിയാണ്. രണ്ടാമത് എന്താ പറഞ്ഞത്? അതായത് വളരെ സജീവമായിട്ട് കുട്ടികൾ അവരുടെ കോഗ്നിറ്റീവ് വേൾഡ് അവർ തന്നെ ഉണ്ടാക്കുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അത് ശരിയാണ് അല്ലെ? കുട്ടികളുടെ. രണ്ട്, ഇൻ Piaget's സെൻസറി മോട്ടോർ സ്റ്റേജില് children are capable of abstract thinking and hypothetical reason. സെൻസറി മോട്ടോർ സ്റ്റേജിൽ അല്ല. അപ്പൊ ഇതിൽ ഉത്തരം ഏതായിരിക്കും? ഫസ്റ്റ് ശരി, സെക്കൻഡ് ഫോൾസ്. അപ്പൊ ഏതാ? Statement first is correct, but statement 2 is incorrect. C. Very good, excellent. Okay, അടുത്ത ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ വായിച്ചുതരാം, ഉത്തരം പറഞ്ഞാൽ മതി. Piaget's theory proposes the cognitive development universally follows a pattern of 4 stages. An important development that takes place during this stage is object permanence. Name the stage. ഏത് സ്റ്റേജിലാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്? എത്രാമത്തെ സ്റ്റേജ് അത്? ഫസ്റ്റ് സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഏത് വയസ്സ് വരെയാ? 0 to 2. വെരി ഗുഡ്. ഓക്കെ, ഇത്രയാണ് പാർട്ട് 1 ഉള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് എടുത്തു പോകണം. പാർട്ട് 2ലേക്ക് വരികയാണെങ്കിൽ അതർ തിയറീസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഇത് പ്രത്യേകിച്ചില്ല. ലാംഗ്വേജ് ആൻഡ് തോട്ടുമായി ബന്ധപ്പെട്ട് ചോംസ്കി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ വൈഗോട്സ്കിയുടെയും പിയാഷയുടെയും തിയറികളില്ലേ, അത് തമ്മിലുള്ള കമ്പാരിസണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് വായിച്ചാൽ മതി, ഇത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ ചോംസ്കിയില്ലേ, other developmental conceptualizations of the language including the theories of the Chomsky and Vygotsky. ഇപ്പം നമ്മൾ ഈ ലാംഗ്വേജ് തോട്ടിനെ കുറിച്ച് 2 പേരെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. ആരെ കുറിച്ചൊക്കെയാണ് രേഖ? ഒന്ന് സാപ്പിയർ-വോൾഫ് തിയറിയും പിന്നെ പിയാഷയുടെ. സാപ്പിയറിനെയും പിന്നെ ഒന്ന് പിയാഷെ. സാപ്പിയർ-വോൾഫിനെ കുറിച്ചും പിയാഷെനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ ചോംസ്കിയും വൈഗോട്സ്കിയും ഇതിന്റെ ഭാഗമായിട്ട് വരും. ചോംസ്കി എന്താ പറഞ്ഞു വെച്ചാൽ, ചോംസ്കി പ്രപ്പോസ് ദാറ്റ് ലാംഗ്വേജ് അക്വിസിഷൻ ഇസ് ആൻ ഇന്നേറ്റ് എബിലിറ്റി എന്ന് പറഞ്ഞത്.
ഭാഷ മനുഷ്യൻ കുഞ്ഞ് ജനിക്കുമ്പോഴേ അവന്റെ ഉള്ളിൽ ഒരു ഇന്നേറ്റ് എബിലിറ്റി ഉണ്ടെന്ന് ആര് പറഞ്ഞു? ചോംസ്കി പറഞ്ഞു. Children are already born with the ability to acquire the rules and the governed language. ഭാഷയുടെ നിയമങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്കില്ല് അവനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതിനെന്തൊരു പേരൊക്കെ വിളിക്കുമല്ലോ, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിരുന്നല്ലോ, LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ. അപ്പോൾ പറഞ്ഞു an innate ability to acquire grammatical structures of a language allows children to quickly learning language. വളരെ പെട്ടെന്ന് ആ ഒരു ഇന്നേറ്റ് എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭാഷ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്നാണ് ചോംസ്കി പറഞ്ഞത്. ഈവൻ ബേസ്ഡ് ഓൺ ദ ലിമിറ്റഡ് ലിംഗ്വിസ്റ്റിക് ഇൻപുട്ട് ദ റിസീവ് ഇൻ ഇൻഫൻസി. വേറൊന്നുമില്ല, അദ്ദേഹം എന്ത് പറഞ്ഞു? ലാഡ് ഓർത്തിരിക്കുക, ഇന്നേറ്റ് എബിലിറ്റി, 2 വാക്ക് ഓർത്തത്, ഇന്നേറ്റ് എബിലിറ്റി, ലാഡ്. ചോംസ്കിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ 2 വാക്ക് എന്തൊക്കെ ഓർമ്മ വരിക? ഇന്നേറ്റ് എബിലിറ്റിയും ലാഡും. ഓക്കെ ഓക്കെ. വൈഗോട്സ്കി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി ബേസ് ചെയ്തിട്ടാണ് വൈഗോട്സ്കി പറഞ്ഞത് ഇൻ ഏർലി ഡെവലപ്മെന്റ് സ്പീച്ച് ആൻഡ് തോട്ട് ആർ ഇൻഡിപെൻഡന്റ്. അദ്ദേഹം പറഞ്ഞു സ്പീച്ച് വേറെ തോട്ട് വേറെയാണ്, 2 ഇൻഡിപെൻഡന്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത് രേഖ? സ്പീച്ച് ആൻഡ് തോട്ട് ആർ ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ അതേപോലെ സോഷ്യോ കൾച്ചറൽ തിയറി. ഓക്കെ, വെരി ഗുഡ്. അത്രയേ ഉള്ളൂ, വേറൊന്നും അതിനകത്തില്ല. ഇത് 2 നിങ്ങളോട് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അതിലേക്കൊന്നും അതിനെ കുറിച്ച് ആവശ്യമില്ല. ഓക്കെ. ഇനി സ്റ്റേജസ് ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ. ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷന്റെ സ്റ്റേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളാം, ചിലപ്പോൾ ഒരു ചോദ്യത്തിന് സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷന്റെ സ്റ്റേജുകൾ: 1 പ്രീ ടോക്കിംഗ് സ്റ്റേജ്, 0 മുതൽ 6 മാസം വരെ. ആതിര, എന്താണ് ആദ്യത്തേത്? പ്രീ ടോക്കിംഗ് സ്റ്റേജ്, അല്ലെങ്കിൽ കൂയിങ് എന്ന് വിളിക്കാം. 6 മാസം വരെയുള്ള പ്രീ ടോക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ കൂയിങ്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷന്റെ സ്റ്റേജുകൾ. ഓക്കെ. രണ്ടാമത്തേത് ഏതാതിര? ബാബ്ലിംഗ് സ്റ്റേജ്. 6 മുതൽ 8 മാസം വരെ കേട്ടോ. ഇത് മറ്റേ നമ്മുടെ പിയാഷയുടെ ഇതുപോലെയല്ല വരുന്നത്, സ്റ്റേജ് പോലെയല്ല. ഓക്കെ, ബാബ്ലിംഗ് സ്റ്റേജ്. 3 ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ്, 9 മുതൽ 18 മാസം വരെ. 4 ടു വേർഡ് സ്റ്റേജ്, 18 മുതൽ 24 മാസം വരെ. 5 ടെലഗ്രാഫിക് സ്റ്റേജ്, 24 to 30 മാസം വരെ. 6 മൾട്ടി വേർഡ് സ്റ്റേജ്. കഴിഞ്ഞു. 6 സ്റ്റേജ് എന്ന് പറയാൻ പറ്റുമോ ആതിരയ്ക്ക്? ആദ്യത്തത് പ്രീ ടോക്കിംഗ് സ്റ്റേജ്, കൂയിങ് സ്റ്റേജ്. രണ്ടാമത്തെ എന്തോ ബി വെച്ച് തുടങ്ങുന്ന ബബ്ലിംഗ് സ്റ്റേജോ? ബാബ്ലിംഗ്. ഓക്കെ, ബാബ്ലിംഗ് സ്റ്റേജ്. നമ്മള് മലയാളത്തിൽ ബാലിശ സംഭാഷണം കേട്ടോ. ഓക്കെ. 3 മൂന്നാമത്തത് എനിക്ക് ഓർമ്മയില്ല സർ. ഹോളോഫ്രാസ്റ്റിക്. ഇതിന്റെ മലയാളം എന്താ? തേർഡ് വണ്ണിന്റെ മലയാളം എന്താ? ഹോളോഫ്രാസ്റ്റിക്കിന്റെയാ? അത് ഹോളോഫ്രാസ്റ്റിക് തന്നെയാണ് പറയാ, ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ് എന്നാ മലയാളത്തിൽ. അതിന് വേറെ ഇനി ട്രാൻസ്ലേഷൻ ഉണ്ടോ എനിക്ക് അറിയില്ല. നമ്മൾ സാധാരണ മലയാളം നോട്ടിലൊക്കെ ഹോളോഫ്രാസ്റ്റിക് തന്നെ ഉപയോഗിക്കല്. നാലാമത്തത് ടു വേർഡ് സ്റ്റേജ്. 5 ടെലഗ്രാഫിക് സ്റ്റേജ്. 6 മൾട്ടി വേർഡ് സ്റ്റേജ്. ഈ 6 എണ്ണം ഒരുമിച്ച് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി പഠിച്ചു വെച്ചോളാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് അതും അതിൻ്റെ മാസവും പഠിക്കണം. ഓക്കെ. ഇനി പ്രീ ടോക്കിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൂയിങ് എന്നാലും പറയും. അതായത് പ്രീ ടോക്കിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂയിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ vowel like sound responding to human sounds more definitely turns heard just vowel sound എന്ന് ഓർത്തിക്കാം. എന്നിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ കുട്ടികൾ ആദ്യം ഉപയോഗിക്കുന്നത് ഈ സൗണ്ടുകളാണ്. ഏതാണ്? ഫോർ എക്സാമ്പിൾ, ബേബീസ് ഡെമോൺസ്ട്രേറ്റിംഗ് ഇൻ ദ കൂയിങ് സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ദേ ആർ പ്രൊഡ്യൂസിങ് വവൽ ലൈക്ക് സൗണ്ട് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക ആദ്യമായിട്ട്. പ്രത്യേകിച്ച് ഊ സൗണ്ട്, ഓ സൗണ്ട്, ഊ സൗണ്ട്, അതിനെയാണ് കൂയിങ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഓ സൗണ്ടുകളാണ് അത്. ഏത് ടൈപ്പ് ഓഫ് സൗണ്ടാണ്? ദാറ്റ് ഈസ് വവൽ സൗണ്ട്സ്. അപ്പോൾ പ്രീ ടോക്കിംഗ് സ്റ്റേജിനെ കുറിച്ച് എന്ത് ചോദിച്ചാൽ രേഖ എന്താ പറയാ? 2 കാര്യം പറഞ്ഞാൽ മതി വേഗം. 0 to 6 months ആ ഏജിലാണ്
പ്രീ ടോക്കിംഗ് സ്റ്റേജ് ഉള്ളത്. അതിനെ കൂയിങ് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വവൽ സൗണ്ട്സ് കുട്ടികൾ പ്രൊഡ്യൂസ് ചെയ്യണത് 0 to 6 months ഈ പ്രീ ടോക്കിംഗ് സ്റ്റേജിലാണ്. അവര് ഒക്കെ പ്രൊനൗൺസ് ചെയ്യോ? ഇല്ല, ഉ ഓ എന്നുള്ള വവൽ സൗണ്ട്സ് മാത്രമേ പ്രൊനൗൺസ് ചെയ്യൂ. കോൺസണന്റ് സൗണ്ട് ആണ് സൗണ്ട്. In producing the consonant sound are not able to produce them. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ സർ. നെക്സ്റ്റ് ബാബ്ലിംഗ് സ്റ്റേജ് ആണ്. ഇതിൽ മലയാളത്തിൽ ബാലിശ സംഭാഷണം, ബാബ്ലിംഗ്. ഇറ്റ്സ് സൗണ്ട്സ് വിച്ച് ഇൻഫൻസ് പ്രൊഡ്യൂസ് ദ കോൺസ്റ്റന്റ് പ്ലസ് വവൽ കോൺസണന്റ് പ്ലസ് വവൽ കോമ്പിനേഷൻസ്. കോൺസണന്റും വവലും കൂട്ടിയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബാബ്ലിംഗ് സ്റ്റേജിൽ. 6 മുതൽ 8 മാസം വരെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കോൺസണന്റും വവ്വലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോമ്പിനേഷൻസ് ഇവിടെ യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ബാബ എന്നൊക്കെ കുട്ടികൾ പറയും. അപ്പൊ ഇതിന് ബാ എന്ന് പറയുമ്പോൾ ബ് സൗണ്ട് മീൻസ് ദാറ്റ് ഈസ് കോൺസണന്റ്. ആ ദാറ്റ് ഈസ് വവ്വൽ. അതിനെപ്പറ്റി നാദിര പറ. ഞാനിപ്പോ പറഞ്ഞെന്താ? രണ്ടാമത്തെ സ്റ്റേജ് ആണ് സ്റ്റേജസ് ഓഫ് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെത്. ബാബ്ലിംഗ് സ്റ്റേജ് ആണ്. 6 to 8 months ആണ്. ഇവിടെ എന്ന് പറയുന്നത് വവൽസും കൺസണൻസും കൂടെ ചേർത്തിട്ട് അവരങ്ങനെയാണ് പറയുന്നത്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാബ, ബും ആയും ചേർത്തിട്ട് ബാബ എന്ന് വരും. കൺസണന്റും വവലും ചേർത്തിട്ട്. വെരി ഗുഡ്. മൂന്നാമത്തെ ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ് ആണ്. 9 മുതൽ 18 വരെ. ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേർഡ് സ്റ്റേജ് ആണ്. ആദ്യമായിട്ട് വാക്കുകൾ യൂസ് ചെയ്യുന്നത്. അതായത് ജനറലി ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് ദ 9 to 18 months. Children have developed enough language skills. ഇവിടെ ഇനഫ് ലാംഗ്വേജ് സ്കിൽസ് കുട്ടികൾക്ക് ഉണ്ടാവും. സിംഗിൾ വേർഡ്സ് കുട്ടികൾ യൂസ് ചെയ്യും ഈ സ്റ്റേജിൽ. ഇപ്പം മാമ, ഡാഡ പോലെയുള്ള വാക്കുകൾ അവർ യൂസ് ചെയ്യും. അപ്പോൾ സിംഗിൾ വേർഡ് അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അവർ എന്താണ് സിംഗിൾ വേർഡ്സുകൾ ഉപയോഗിച്ച് തുടങ്ങും. ഓക്കെ, എന്താണ് ആദ്യം മനസ്സിലായത് ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ്? ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 9 മാസം മുതൽ 18 മാസം വരെയാണ് ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജ്. ഫസ്റ്റ് വേർഡ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങും. കൃത്യമായ വേർഡ്സ് അവർ. ഓക്കെ, സിമ്പിൾ ആയിരിക്കും വേർഡ്സ്. അത് എവരിഡേ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട റെഫേഴ്സ് ടു എവരിഡേ ഒബ്ജക്റ്റ് ഓർ ഹെൽപ്പ് ചിൽഡ്രൻ ഐഡന്റിഫൈ ദർ ബേസിക് നീഡ്സ്. അവരുടെ അത്യാവശ്യ നീഡ്സ് ഒക്കെ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, പാല് കുടിക്കുന്നതിനെ പറ്റി അമ്മാമം, അങ്ങനെ എന്തെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ഭാഷ, ഒരു വാക്ക് അവരുണ്ടാക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അവരതിനെ പറ്റി സംസാരിക്കും. ഒരു വീട്ടിലിരിക്കുന്ന ഒരാളുടെ പേര് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അവർ വിളിക്കുമ്പോൾ അത് വേറെ ഉള്ള പേരും ആകും. പക്ഷെ അവരതേ ഉപയോഗിക്കും. പക്ഷെ അവരത് ഉപയോഗിക്കും. അതാണ് ഹോളോഫ്രാസ്റ്റിക് സ്റ്റേജിന്റെ പ്രത്യേകത. ഇനി 2 word സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ പേര് പറയുന്നത് 2 word സ്റ്റേജ് ടിപ്പിക്കലി 2 വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങും. ഒരു വാക്കിനോട് ജോയിൻ ചെയ്ത് അടുത്ത വാക്കുകൂടെ 2 വാക്കുകൾ. ഇപ്പൊ താങ്ക് യു മമ്മ എന്നൊക്കെ പറയാൻ അവർ തുടങ്ങും. ഓക്കെ, 2 വാക്കുകൾ കൂട്ടി പഠിക്കുക. അപ്പൊ രേഖ, എന്താണ് 4ാമത്തെ സ്റ്റേജ് 2 word സ്റ്റേജ്? 18 to 24 months ആണ് അതിൽ വരുന്നത്. 2 വേർഡ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റേജ് ആണിത്. താങ്ക് യു മമ്മ എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഈ സ്റ്റേജിൽ 2 word സ്റ്റേജിലാണ് തുടങ്ങുന്നത്. വെരി ഗുഡ്. എന്താണ് 5ാമത്തേത്? ടെലഗ്രാഫിക് സ്റ്റേജ്. ആദം, ഈ ടെലഗ്രാഫിക് സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാ? സർ 24 to 30 months വരെ. ഏതാ? 24 to 30 അല്ലേ? 30. ഓക്കെ, അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ ചിൽഡ്രൻ ക്യാൻ സ്പീക്ക് ഫ്രേസസ് ആർ ലോങ്ങർ ആൻഡ് ഹാവ് മോർ ദാൻ 2 elements. 2 വാക്കിൽ കൂടുതലുള്ള ഫ്രേസുകൾ ഉപയോഗിക്കാൻ പറ്റും. വലിയ സെന്റൻസുകളല്ല, ഫ്രേസുകൾ, കുറച്ച് വാക്കുകൾ കൂടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് ഇവിടെ ആദ്യം ഇവിടുത്തെ പ്രത്യേകത? സാർ ഇവിടെ 2 അതിലധികം വാക്കുകൾ കൂടിച്ചിട്ട് ഫ്രേസ് പറയാൻ കഴിയും കുട്ടികൾക്ക്. ഓക്കെ, വെരി ഗുഡ്. അത് അത്രയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, അത്ര മതി. കൂടുതൽ വലിയ നോട്ട് എഴുതണ്ട. ഇനി 6ാമത്തെ മൾട്ടിവേർഡ് സ്റ്റേജ് ആണ്. ഭവ്യ, വാട്ട് ഈസ് മൾട്ടിവേർഡ് സ്റ്റേജ്? 30 മാസത്തിന് ശേഷമുള്ള സ്റ്റേജ് ആണ്. മൾട്ടിവേർഡ് സ്റ്റേജ്. ഇവിടെ അവർ പ്ലൂറൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പഠിക്കും. അതിൽ ഈ മോർഫീംസുകളിലെ
മോർഫീംസുകൾ മനസ്സിലാക്കാനും മീനിങ് ഫ്രേസുകൾ ഉണ്ടാക്കാനും അവർ പഠിക്കും. മോർഫീംസ് എന്ന് വെച്ചാൽ എന്താ? മോർഫീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിന്റെ ഏറ്റവും ചെറിയ ഘടനയാണ് മോർഫീംസ് ആൻഡ് ഫോണീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ ഘടകങ്ങളാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള. കോംപ്ലക്സ് സെന്റൻസുകൾ ഉണ്ടാക്കാൻ ഇവിടെ പഠിക്കും. അപ്പോൾ ചുരുങ്ങി അത് പറഞ്ഞാൽ മതി. മൾട്ടിവേർഡ് സ്റ്റേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കോംപ്ലക്സ് സ്റ്റേജ് ഉണ്ടാക്കാം, കോംപ്ലക്സ് സെന്റൻസുകൾ, പിന്നെ പ്ലൂറൽ ഫോം. ഓക്കെ, ഇത് രണ്ടും പറഞ്ഞാലും മതി പ്രധാനമായിട്ട്. അത് പറഞ്ഞേ, കോംപ്ലക്സ് സെന്റൻസസ് ആൻഡ് പ്ലൂറൽ ഫോംസ്. ഓക്കെ, പിന്നെ ഈ മോർഫീംസ് ടു ക്രിയേറ്റ് മോർ മീനിങ് ഫുൾ ഫ്രേസസ് ഉണ്ടാക്കാൻ, ഇൻകോർപ്പറേറ്റിംഗ് മോർഫീംസ് ടു ക്രിയേറ്റ് മോർ ഫ്രേസ്, അതായത് മോർഫീമുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മീനിങ് ഫുൾ ഫ്രേസുകൾ ഉണ്ടാക്കാനും മൾട്ടി വേർഡ് സ്റ്റേജിൽ പറ്റും. ഓക്കെ, കഴിഞ്ഞു. എന്നാ ഭവ്യ എന്നതിന്റെ ഉത്തരം പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഡെവലപ്മെന്റ് ഈസ് ദ ഡാഷ് സ്റ്റേജ്. അസിമിലേഷൻ അല്ല, മറ്റേ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ ഡാഷ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഡെവലപ്മെന്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? സെൻസറി മോട്ടോഴ്സ്. വെരി ഗുഡ്, എക്സലന്റ്. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്ത ഡ്യൂറിംഗ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ചിൽഡ്രൻ എ വെരി പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഈഗോസെൻട്രിക് ആണ്. വെരി ഗുഡ് അല്ലേ? 19. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സോ നെക്സ്റ്റ് മൂവ് ടു ആദം. 20ാമത്തെ ചോദ്യം. ഓൾറെഡി നോൺ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഫിറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. വേറെ ഇൻഫർമേഷൻ. റിപ്ലേസിങ് അല്ല, അഡ്ജസ്റ്റിങ്. ആൾട്ടറിങ് അല്ല, ആൾട്ടറിങ് റിപ്ലേസിങ് വേറെയാണ്, അഡ്ജസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അസിമിലേഷൻ, വെരി ഗുഡ്. അത് റിപ്ലേസ് ചെയ്യുമ്പോൾ അക്കോമഡേഷൻ ആവും. ഓക്കെ, റിപ്പീറ്റ് ഒന്ന്, സോറി. 21ാമത്തെ ചോദ്യം ഭവ്യ. Why is language development important in the early years? എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ്? അതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. Language development important in the early years. It introduces the child to the social world. It helps the child to solve problems. It introduces the child to academic word more than one of the above. It introduces the child to the social world. Child to social world. അല്ലെങ്കിൽ it helps the child to solve problem സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെന്തായാലും അല്ലല്ലോ. അല്ല, it introduces the child to the academic world ആണോ? അല്ല. ഓപ്ഷൻ ഏതാ? ഫസ്റ്റ് വൺ. ചൈൽഡ് introduces the child to the social world. വേൾഡുമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഭാഷാ വികസനത്തിന്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം. ഓക്കെ, മനസ്സിലായില്ലേ? താങ്ക് യു. സോ നെക്സ്റ്റ് സുജി. 22ാമത്തെ ചോദ്യം വായിച്ച് ഉത്തരം പറഞ്ഞേ. During which stage of language acquisition do babies typically demonstrate vowels like sounds such as o, but find difficulty in producing consonant sounds? അത് നമുക്ക് എന്താ പറയുക, cooing സ്റ്റേജിൽ വരുന്നത്, ടെലഗ്രാഫിക് സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ടോക്കിംഗ് സ്റ്റേജ്. സി. കാരണം പറ്റില്ല, ഒക്കെ പറ്റും. പ്രീ ടോക്കിംഗ് സ്റ്റേജ്, കൂയിങ് സ്റ്റേജ്. കോൺസണൻസ് പറ്റില്ല, വവൽസ് പറ്റും. അതേതിലാ? പ്രീ ടോക്കിംഗ് സ്റ്റേജിലാണ്, കൂയിങ്ങിലാണ്. ഓക്കെ, താങ്ക് യു. ആദ്യ 23 പറ. During which stage of language development can children typically speak phrases with more than 2 elements, but correct grammar is not consistent? More than 2 element ആകുന്ന സമയത്ത് ഇത് ടെലഗ്രാഫിക് സ്റ്റേജ്. 2 വേർഡിൽ കൂടുതൽ യൂസ് ചെയ്യും അല്ലേ? ടെലഗ്രാഫ്. അത് ഏത് മാസം മുതൽ ഏത് മാസം വരെയാ? 24 to 30 month. എത്രാമത്തെ സ്റ്റേജാ? 5th stage. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് രേഖ. 24.
Which of the following statement accurately describes the telegraphic stage of language development? Children primarily use single words to communicate basic needs. First one alla. Second one, children can construct sentence with correct grammar and complex vocabulary. Second one alla. Third one, ടെലഗ്രാഫ് സ്റ്റേജിനെ പറ്റിയാ പറയുന്നല്ലേ? children develop the ability to understand complex abstract concept. Adalla. Children speak longer phrases with more than fourth one D. Children speak longer phrases with more than two elements, although correct grammar is not consistent. Very good. Option D ആണ് ശരി. Okay, thank you. Next, the last one again. I goes to Adam. During which stage of language development do children typically begin to use two-word combination and demonstrate understanding simple grammatical rules? Sir, two-word stage, option C. Option C, two word stage. Very good. Excellent. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക് കഴിഞ്ഞു.